ഹരേ കൃഷ്ണ. ഇപ്പോൾ എല്ലാ ഭക്തർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ആഴ്ച 2-ാം അധ്യായത്തിൽ ഇതാണ് 20-ാമത്തെ ശ്ലോകം വരെ പറഞ്ഞു അല്ലേ. ഏതായിരുന്നത്? ജായതേ മ്രിയതേ വാ കഥാചിന്നായം ഭൂത്വാ ഭവിത വാ ന ഭൂയ അജോ നിത്യ ശാശ്വതോയം പുരാണോ നഹന്യതേ ഹന്യമാനേശ്വരി. ആത്മാവിന് ഒരിക്കലും ജനന മരണങ്ങളില്ല, അത് ഉണ്ടായിട്ടില്ല, ഭാവിയിൽ ഉണ്ടാവുകയുമില്ല. അജനും നിത്യതനും ശാശ്വതനും പ്രാചീനനുമാണ് ശരീരം. ആത്മാവ്. ശരീരം നശിക്കുമ്പോൾ അതിന് മരണമില്ല. അതായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആത്മാവിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ശ്ലോകത്തിലോട്ട് പോകാം. 21-ാമത്തെ ശ്ലോകം ഞാൻ പറയാം. അതിൻ്റെ കൂട്ടത്തിൽ എന്താണ് നിങ്ങൾ കൂടി പറയുക. വേദാ വിനാശിനം നിത്യം യായേനം അജമവ്യയം കഥം ശാ പുരുഷാ പാർത്ഥ കം ഗദയധി ഹന്തികം. വേദാവിനാശിനം നിത്യം യായേനം അജം അവ്യയം കഥം സ പുരുഷാ പാർത്ഥ ഹം ഗദയതി ഹന്തികം. അതായത്, അല്ലയോ പാർത്ഥ, ആത്മാവ് നാശമില്ലാത്തവനും പിന്നെയോ അജനും പരിണാമങ്ങളില്ലാത്തവനും ആണെന്നറിയുന്ന ഒരാൾക്ക് എന്താണ്? കം ഗദയതി ഹന്തികം. ആരെയെങ്കിലും കൊല്ലാനോ പിന്നെയോ കൊലയ്ക്ക് പ്രേരിപ്പിക്കാനോ എങ്ങനെ കഴിയും? അല്ലേ? കൊലപാതകങ്ങളൊക്കെ ഒരാളെ കൊല്ലുക എന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ ആത്മാവിന് നാശമില്ലാത്തവനും അജനാണ് എന്നും പിന്നെ ഒരിക്കലും നാശമില്ലാത്തവനാണെന്നും അജനാണെന്നും പിന്നെ പരിണാമങ്ങളില്ലാത്തവനാണെന്നും അറിയുന്ന ഒരാൾക്ക് ആരെയെങ്കിലും കൊല്ലാനോ കൊലയ്ക്ക് പ്രേരിപ്പിക്കാനോ എങ്ങനെ കഴിയും? ഈവൻ ആത്മഹത്യയും ഇൻക്ലൂഡ്, സൂയിസൈഡ് ഓൾസോ. അല്ലേ? സൂയിസൈഡ് ചെയ്യുന്നവർ ഏറ്റവും പൊട്ടന്മാരാണ്. അപ്പം ആത്മാവിന് നാശമില്ലാത്തതാണ്. നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ട് വരുന്നതാണത്. അപ്പം എല്ലാ വസ്തുക്കൾക്കും എന്തുണ്ട്? അതിൻ്റെതായിട്ടുള്ള ഉപയോഗമുണ്ട്. അപ്പം പൂർണ്ണമായ അറിവുള്ള ഒരാൾക്ക് ഒരു വസ്തു കിട്ടിയാൽ അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് കൃത്യമായിട്ട് അറിയാം. അതുപോലെ തന്നെ ഹിംസയ്ക്കും ജീവിതത്തിൽ ചില ഉപയോഗങ്ങളുണ്ട്. ഇത് എങ്ങനെ പ്രയോഗിക്കണമെന്ന് ജ്ഞാനിയായിട്ടുള്ള ഒരാൾക്കറിയാം. കൊലപാതകം എന്നുള്ളത് എങ്ങനെയാണത് ഉപയോഗിക്കേണ്ടതെന്ന് ആർക്കറിയാം? ജ്ഞാനിയായിട്ടുള്ള ആൾക്കറിയാം. അല്ലേ? അപ്പം ഒരാളെ കൊന്നിട്ട് പോലീസ് പിടിച്ച് ജഡ്ജി എടുത്തുകൊണ്ട് ചെല്ലുന്ന സമയത്ത് ജഡ്ജി എന്താണ്? അയാൾക്ക് വധശിക്ഷ വിധിക്കും. അപ്പം ആ സമയത്ത് നമുക്ക് ജഡ്ജിയെ കുറ്റം പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? അദ്ദേഹം നിയമം അനുസരിച്ച് നീതി നടപ്പിലാക്കുക മാത്രമാണ് അവിടെ ചെയ്യുന്നത്. അല്ലേ? ജഡ്ജിയുടെ എന്താണ് ജോലിയാണ്, അല്ലെങ്കിൽ കർമ്മമാണ് അത് ചെയ്യുക. ഒരു കുറ്റവാളിയെ കോടതിയുടെ മുന്നിൽ കൊണ്ടു ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് അതനുസരിച്ചുള്ള നടപ്പിലാക്കി കൊടുക്കുക, നീതി നടപ്പിലാക്കി കൊടുക്കുക എന്നുള്ളത്. അപ്പം മനുസ്മൃതി പ്രകാരം ഒരു കൊലയാളിക്ക് ഈ ജന്മത്തിൽ തന്നെ വധശിക്ഷ നൽകുന്നത് ഇയാൾക്ക് അടുത്ത ജന്മത്തിൽ ആ പാപം അനുഭവിക്കാതിരിക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പല കാര്യങ്ങളും നിയമങ്ങളും ഒക്കെ പണ്ട് കാലത്തും ഒക്കെ ഈ മനുസ്മൃതിയൊക്കെ അനുസരിച്ചായിരുന്നു. അപ്പൊ മനുസ്മൃതി പ്രകാരം ഇപ്പം ഒരു കൊലപാതകം ചെയ്ത വ്യക്തിയെ വധശിക്ഷയ്ക്ക് വിധിക്കുക, അല്ലെങ്കിൽ തൂക്കുകയറില് അല്ലെങ്കിൽ തൂക്കുന്നത് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നല്ലതാണ് ഒരർത്ഥത്തിൽ. കാരണം അതിന്റെ പാപഫലം മരിച്ചു ചെന്നതിന് ശേഷം അനുഭവിക്കേണ്ടതായിട്ട് വരത്തില്ല. അതുകൊണ്ടാണ് ഒരർത്ഥത്തില് കോടതി വിധികളൊക്കെ നല്ലതാണ് എന്ന് പറയുന്നത്. ഇല്ലാതെ ഒരു വ്യക്തിയെ കൊന്നിട്ട് മുങ്ങി നടന്ന് അല്ലെങ്കിൽ ബെയില് മേടിച്ച് ഒക്കെ മുങ്ങി നടന്നു കഴിഞ്ഞാൽ എന്താണ് പ്രയോജനം? ഒരു പ്രയോജനവുമില്ല. അദ്ദേഹത്തിന് എന്തായാലും ശിക്ഷ അവിടെ ചെല്ലുമ്പോൾ കിട്ടിയിരിക്കും. അത് ഉറപ്പാണ്. കാരണം എന്തുകൊണ്ടാ? അവിടെ ചെന്നിട്ട് കള്ളസാക്ഷികളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടക്കുകയില്ല. നടക്കുവോ? യമരാജന്റെ അടുത്ത് നിന്ന് ഏതെങ്കിലും കള്ളസാക്ഷിയെ പിടിച്ചോണ്ട് വരാൻ പറ്റുമോ?
പറ്റത്തില്ല. കാരണം ഇവിടെ ചെയ്യുന്ന സമയം തന്നെ എന്ത്, അവിടെ അത് റെക്കോർഡഡ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ നിയമത്തില് എന്ത്, കൊലപാതകം ചെയ്യുന്നവരെ തൂക്കിക്കൊന്നു കഴിഞ്ഞാൽ അവർക്കത് നല്ലതാണ് എന്ന് പറയുന്നത്. അപ്പം അതിനായി രാജാവ് നൽകുന്ന ശിക്ഷ യഥാർത്ഥത്തില് ആ കുറ്റവാളിക്ക് ഗുണകരമാണ്. ഇവിടെ ഒന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് അർജുനന്റെ കാര്യം അല്ലേ. അർജുനൻ യുദ്ധം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ എന്താണ്, ആ കുറ്റവാളിക്ക് ഗുണകരമാണ്. അതുപോലെ കൃഷ്ണൻ യുദ്ധം ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ അത് പരമമായ നീതിക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കണം. കാരണം എന്താ, എല്ലാം അറിയുന്നവനാണ് ഭഗവാൻ. അപ്പം ഭഗവാൻ എന്ത് പറയുന്നുവോ, ചിലപ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് ഭൗതികമായിട്ട് നോക്കുന്ന സമയത്ത് അത് നമുക്ക് പരസ്പര വിരുദ്ധമായിട്ട് ചിലപ്പം തോന്നാം. പക്ഷെ ഭഗവാൻ എന്ത് പറയുന്നുവോ അതിനു വേണ്ടി, അല്ലെങ്കിൽ അദ്ദേഹം ഭഗവാൻ എന്ത് പറയുന്നത് നമ്മൾ ചെയ്തിരിക്കണം. ഇപ്പൊ കൃഷ്ണൻ യുദ്ധം ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ അത് പരമമായിട്ടുള്ള നീതിക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കണം. കൃഷ്ണന് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ഒരിക്കലും ഹിംസയല്ല. കാരണം ആത്മാവിനെ കൊല്ലാൻ ആർക്കും കഴിയില്ല. നീതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഹിംസ എന്ന് പറയുന്നത് അനുവദനീയമാണ്. ഒരു ഡോക്ടർ ശസ്ത്രക്രിയ നടത്തുന്നത് ഉദാഹരണത്തിന് എന്തിനു വേണ്ടിയിട്ടാ, ആ രോഗിയെ കൊല്ലാനാണോ? അല്ല, മറിച്ച് അയാളെ സുഖപ്പെടുത്താനാണ്. അതുപോലെ കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം അർജുനൻ നടത്തുന്ന ഈ യുദ്ധം പൂർണ്ണമായും അറിവോടെയുള്ളതാണ്. അത് പാപമല്ല. അപ്പം ഒരിക്കലും ഒരു ഗ്രാമത്തില് ഒരു പ്രശസ്തനായിട്ടൊരു ശസ്ത്രക്രിയ വിദഗ്ധൻ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം തന്റെ ആ കത്തി ഉപയോഗിച്ചിട്ട് പലരുടെയും ശരീരം കീറി മുറിക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ, അസുഖം മാറ്റാൻ വേണ്ടിയിട്ട് ശസ്ത്രക്രിയ ചെയ്യുന്നത്. അപ്പം നാട്ടുകാരെല്ലാം അവരെ ആദരിക്കാറുണ്ട്. അതേ ഗ്രാമത്തിൽ തന്നെ ഒരു കവർച്ചക്കാരനും ഉണ്ടായിരുന്നു. അപ്പം അവനും എന്ത്, പുള്ളിയും ഒരു കത്തി കൈവശം വെച്ചിരുന്നു. ഒരു ദിവസം അയാൾ ഒരാളെ കുത്തി പരിക്കേൽപ്പിക്കും. ഉടനെ ഗ്രാമവാസികളെല്ലാം കൂടെ കൂടിയിട്ട് പോലീസിൽ ഏൽപ്പിക്കും. ജയിലിൽ വെച്ചിട്ട് അദ്ദേഹം ചെന്ന് പറയും, ആരടുത്താണ് പറയുന്നത്, കോടതിയിൽ ചെന്നിട്ട് പറയും, ഇതെന്തൊരു അനീതിയാണ് നിങ്ങൾ കാണിക്കുന്നത്. ആ ഡോക്ടർ ആ ഒരു കത്തി വെച്ചിട്ട് ദിവസം എത്രയോ ആൾക്കാരെയാണ് ശരീരം മുറിക്കുന്നത്. അദ്ദേഹത്തിന് നിങ്ങളെല്ലാവരും കൂടിയിട്ട് പൊന്നാട അണിയിക്കുന്ന, വലിയ ബഹുമാനം കൊടുക്കുന്ന, പണവും കിട്ടുന്നു. ഞാനും കത്തി ഉപയോഗിച്ചു, പക്ഷെ എന്നെ നിങ്ങൾ പിടിച്ച് ജയിലിൽ ആക്കി. അപ്പൊ ജഡ്ജി എന്താണ് പറഞ്ഞത്, സുഹൃത്തെ, പ്രവൃത്തി ഒന്നാണെങ്കിലും അതിന്റെ ഉദ്ദേശം എന്താണ്, വ്യത്യസ്തമാണ്. ഡോക്ടർ കത്തി ഉപയോഗിക്കുന്നത് രോഗിയുടെ ശരീരത്തിലെ അസുഖം മാറ്റി അയാളെ രക്ഷിക്കാനും, അതെന്ന് പറയുന്നത് സ്നേഹവും കരുണയും കൊണ്ട്. എന്നാൽ നീ കുത്തുന്നതോ, അല്ലെങ്കിൽ നീ കത്തി ഉപയോഗിച്ച് ഒരാളെ ഉപദ്രവിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്, പണം തട്ടാനും. അതുകൊണ്ടാണ് എന്ത്, നീ ശിക്ഷിക്കപ്പെട്ടത്. ഇതിന്റെ ഒരു സന്ദേശം എന്ന് പറയുന്നത് അർജുനൻ കൃഷ്ണനോട് പറയുന്നത് ഇത് തന്നെയാണ്. അർജുനൻ യുദ്ധം ചെയ്യുന്നത് സ്വന്തം താല്പര്യത്തിനല്ല, മറിച്ച് എന്താണ്, ഈ സമൂഹത്തിലെ അധർമ്മമാകുന്ന അർബുദം അല്ലെങ്കിൽ ക്യാൻസർ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഡോക്ടർ എങ്ങനെയാണോ രോഗിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ ചെയ്യുന്നത്, അതേപോലെ ലോകത്തെ രക്ഷിക്കാൻ അർജുനൻ ഈ ധർമ്മയുദ്ധം ചെയ്യണം. ആത്മാവ് അമരമായതുകൊണ്ട് ഈ യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ ആരും മരിക്കുന്നില്ല. പകരം അധർമ്മം നശിക്കുകയും നീതി പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നു. കൃഷ്ണൻ എന്ന പരമമായ അധികാരിയുടെ വാക്ക് കേൾക്കുമ്പോൾ അർജുനൻ ചെയ്യുന്ന ഒരു പാപമല്ല, മറിച്ച് എന്താണ്, വലിയ ഒരു പുണ്യമാണ്. അടുത്ത ശ്ലോകം 2.22 വാസാംസി ജീർണാനി. എല്ലാവരും അത് ഏറ്റു പറയുക. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തദാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗ്രഹണാതി നരോ അപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. പഴയ ഉടുപ്പുകൾ മാറ്റി, വാസാംസി ജീർണാനി, പഴയ ഉടുപ്പുകൾ മാറ്റിയിട്ട് നവാനി ഗ്രഹണാതി നരോപരാണി, പുതിയവ എടുത്തണിയുന്നത് പോലെ, തഥാ ശരീരാണി വിഹായ ജീർണാനി, ഉപയോഗിക്കാൻ കൊള്ളാത്തതായ, പുതിയതെടുത്ത് അണിയുന്നത് പോലെ ജീർണിച്ച് ഉപയോഗിക്കാൻ കൊള്ളാത്തതായ ഭൗതിക ശരീരങ്ങൾ ഉപേക്ഷിച്ച് ആര്, ദേഹി, ആത്മാവ് പുതു
ദേഹങ്ങൾ സ്വീകരിക്കുന്നു. നമ്മൾ കുറേ നാൾ ഒരു ഉടുപ്പും പാൻറ്റും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചുരിദാർ സാരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്താവും? ആണുങ്ങളാണെങ്കിൽ കുറേ വർഷങ്ങൾ ഉപയോഗിക്കും അല്ലേ? എങ്ങനെങ്കിലുമൊക്കെ തയ്ക്കാരെടുത്ത് കൊടുത്തോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് തയ്ച്ചോ എങ്ങനെങ്കിലും പോവും. പക്ഷേ മാതാജിമാരെ സംബന്ധിച്ചിടത്തോളം കൂടിപ്പോയ 5 മാസം 6 മാസം അടുത്ത വീട്ടിലാരെങ്കിലും ഒരു ചുരിദാറോ സാരിയോ മേടിച്ചാൽ എങ്ങനെയെങ്കിലും കടം മേടിച്ചായാലും നമ്മൾ പുതിയത് മേടിക്കും അല്ലേ? അവർ സ്വന്തം കാശ് കൊണ്ടായിരിക്കും, നമ്മൾ കടം മേടിച്ച് മേടിക്കും. അതാണ് വ്യത്യാസം. അപ്പം ഇവിടെ പറയുന്നത്, എങ്ങനെയാണോ പഴയ ഉടുപ്പുകൾ മാറ്റി പുതിയവ എടുത്തണിയുന്നത് പോലെ ജീർണിച്ച് ഉപയോഗിക്കാൻ കൊള്ളാത്തതായ ഭൗതിക ശരീരം ഉപേക്ഷിച്ച് ദേഹി പുതുദേഹങ്ങൾ സ്വീകരിക്കും. അപ്പോൾ അതാണ് സ്വാഭാവികമായ മരണത്തിലെ പ്രത്യേകത എന്ന് പറയുന്നത്. ആ ശരീരം ഇനി ആത്മാവിന് വാസയോഗ്യമല്ല. നമ്മൾ ചിലപ്പോൾ പുറമെ അസുഖമൊന്നും കാണില്ല, പക്ഷെ ആ ആത്മാവിന് വാസയോഗ്യമല്ലാതെ വരുന്ന സമയത്താണ് എന്ത് പറ്റുന്നത്? മരണം സംഭവിക്കുന്നത്. ആ ശരീരം ഉപേക്ഷിച്ചിട്ട് വേറെ ശരീരത്തിലേക്ക് പോകുന്നു. അതെങ്ങനെയാണ്? സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. അല്ലേ? എങ്ങനെയാണ് നമ്മൾ പഴയ ഉടുപ്പ് മാറ്റി അണിയുന്നത് പോലെ ആ ശരീരം ഉപേക്ഷിച്ച് ആത്മാവ് പോകുന്നു. പിന്നെ ആ ശരീരം, ആ ഉടുപ്പ് എന്തായി എന്ന് അത് ചിന്തിക്കാറില്ല. അത് കഴിഞ്ഞു അല്ലേ? ഒന്നീ കത്തിച്ചു കൊടുക്കും, അല്ലെങ്കിൽ വേറെ എവിടെയും പോകും, അല്ലെങ്കിൽ എന്താണ് അടുക്കളയിലിടും, അങ്ങനെ പല പല പരിപാടികൾ ചെയ്യും. അതുകൊണ്ട് അത് ആര്? ആ പുതിയ ഉടുപ്പുമായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പൊ അതുപോലെയാണ് ആത്മാവും. ആത്മാവിനെ കുറിച്ച് ചിന്തിക്കത്തില്ല. വ്യക്തിഗത ആത്മാവ് ശരീരം മാറുന്നു എന്നത് അംഗീകരിക്കപ്പെട്ട ഒരു സത്യമാണ്. എല്ലാ മതം എടുത്തു കഴിഞ്ഞാൽ ശാസ്ത്രജ്ഞന്മാരും അംഗീകരിക്കുന്ന കാര്യമാണ്. ആത്മാവ് വിട്ടുപോകും. പക്ഷേ നമ്മുടെ മിഥ്യാഹങ്കാരം നിമിത്തം നമ്മൾ വിചാരിക്കുന്നത് നമുക്കൊന്നും സംഭവിക്കില്ല എന്ന്. അടുത്ത വീട്ടിൽ ആരെങ്കിലും മരിച്ചാലും ആശ്വാസമാണ്, ഞാനല്ലല്ലോ മരിച്ചത് എന്ന് കരുതിയിട്ട് ആശ്വസിക്കരുത്. നമുക്കും വരും, മരണം വരുന്നതാണ്. അപ്പം ആത്മാവിൽ വിശ്വസിക്കാത്ത ആധുനിക ശാസ്ത്രജ്ഞന്മാർക്ക് പോലും ഹൃദയത്തിലെ ഊർജത്തിന്റെ ഉറവിടം വിശദീകരിക്കാൻ കഴിയില്ലെങ്കിലും ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കും യൗവനത്തിലേക്കും വാർദ്ധക്യത്തിലേക്കും ശരീരം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് അത് മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് അംഗീകരിക്കേണ്ടി എല്ലാവർക്കും വരുന്നുണ്ട്. അപ്പം വാർദ്ധക്യത്തിന് ശേഷം ഈ മാറ്റം മറ്റൊരു ശരീരത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു അല്ലേ? അപ്പം അതെന്തുകൊണ്ടാണ്? ആരുടെ കാരുണ്യത്താലാണ് അങ്ങനെ ചെയ്യുന്നത്? ഒരു ശരീരം വേറൊരു ശരീരത്തിലേക്ക് മാറുന്ന ആരുടെ കാരുണ്യം കൊണ്ടാണ്? പരമാത്മാവിന്റെ കാരുണ്യത്താല് ആത്മാവ് മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പം മുണ്ടകോപനിഷത്തിലും ശ്വേതാശ്വേതോപനിഷത്തിലും ആത്മാവിനെയും പരമാത്മാവിനെയും ഒരേ മരത്തിലിരിക്കുന്ന 2 സുഹൃത്തുക്കളായ പക്ഷികളോടാണ് ഉപമിക്കുന്നത്. ഇതില് 2 പക്ഷികൾ ഒരു മരത്തിലിരിക്കുന്നുണ്ട്. അപ്പൊ ഒരു പക്ഷി എന്ന് പറയുന്നത് ജീവാത്മാവ്, നമ്മൾ. അതെന്ത് ചെയ്യുന്നു? ആ മരത്തിലുണ്ടായ പഴങ്ങൾ മൊത്തവും തിന്നുന്നു. അടുത്തിരിക്കുന്ന ഒരു പക്ഷി, അതായത് പരമാത്മാവ് കൃഷ്ണൻ, തന്റെ സുഹൃത്തിനെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്ത്? ആ അടുത്ത പക്ഷി എന്താണോ കഴിക്കുന്നത് അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നു, ഒന്നും മിണ്ടുന്നില്ല. അപ്പം ഈ 2 പക്ഷികളും ഗുണപരമായിട്ടൊന്നാണ് അല്ലെ? രണ്ടും സെയിം പക്ഷിയാണ്. ഒന്ന് ഭൗതികമായിട്ടുള്ള ഫലങ്ങളിൽ ആകർഷണ. എന്താണ്? ആ മരത്തിലെ പഴങ്ങളിൽ ആകർഷനായിട്ട് പഴങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റേ പക്ഷിയോ ഇതെല്ലാം കണ്ട് സാക്ഷിയായിട്ടിരിക്കുന്നു. അപ്പം കൃഷ്ണൻ സാക്ഷിയായ പക്ഷിയും അർജുനൻ ആര്? പഴം തിന്നുന്ന പക്ഷിയുമാണ്. നമ്മളും ഭഗവാനും. അപ്പൊ ഇവര് സുഹൃത്തുക്കളാണെങ്കിലും ഒരാളെന്ത്? യജമാനനും മറ്റേയാൾ ദാസനുമാണ്. ഈ ബന്ധം മറക്കുന്നതാണ് എന്ത്? ആത്മാവിന് ഒരു മരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറാൻ കാരണം. മനസ്സിലായോ? എന്നാൽ എപ്പോഴാണോ ജീവാത്മാവ് തന്റെ സുഹൃത്തായ പരമാത്മാവിനെ ഗുരുവായോ യജമാനനായോ അംഗീകരിക്കുന്നത്, അർജുനൻ ഭഗവാന് കീഴടങ്ങിയതുപോലെ, ശരണാഗതി പ്രാപിച്ചതുപോലെ, അപ്പോൾ തന്നെ ആ പക്ഷി സകല ദുഃഖങ്ങളിൽ നിന്നും എന്താകുന്നു? മുക്തനാകുന്നു. അതായത് നമ്മുടെ ഉള്ളിൽ ആരുണ്ട്? ആത്മാവും പരമാത്മാവും ഉണ്ട് അല്ലേ? അപ്പം ഈ എല്ലാവരുടെയും സംശയമാണ്, പരമാത്മാവ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് പരമാത്മാവ് നമ്മളെ പിന്തിരിപ്പിക്കുന്നില്ല നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ എന്ന്. കാരണം നമ്മൾ മുൻജന്മത്തിൽ ചെയ്ത തെറ്റിന്റെ ഫലമായിട്ടാണ് ഈ ശരീരത്തിൽ വന്നിരിക്കുന്നത്. അന്നും സുഹൃത്തായിട്ട് ഭഗവാനുണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷെ ജനനവും മരണവും ആരുടെ കയ്യിലാണ്? ഭഗവാന്റെ കയ്യിലാണ്. നിങ്ങൾ തെക്കോട്ട് പോകണോ വടക്കോട്ട് പോകണോ, എന്ത് കഴിക്കണം ഏത് കഴിക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ട്? ആ ജീവാത്മാവിനുണ്ട്.
പല സന്ദർഭങ്ങളിലും ആ പക്ഷിയെ പോലെ തന്നെ ഭഗവാൻ നമ്മളോട് പറയും, അത് ചെയ്യരുത്, നീ അത് കഴിക്കരുത് എന്ന്. നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ട സാഹചര്യം വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും, അയ്യോ അത് വേണോ വേണ്ടായോ, അത് ചെയ്താൽ പ്രശ്നമാവോ, അല്ലേ അത് വേണ്ട, അങ്ങനെ പറയണ്ട. അതെന്തുകൊണ്ടാണ്? ഈ പരമാത്മാവ് നമ്മളെ ഉപദേശിക്കുന്നത് കാരണമാണ് അങ്ങനെ തോന്നുന്നത്. പക്ഷേ നമ്മൾ ഈ ഭൗതികതയിലായതുകൊണ്ട് എന്ത് പറ്റും? നമ്മൾ അത് തന്നെ, ആ തെറ്റ് തന്നെ ചെയ്യും. അപ്പോഴും ആരാണ്? ഭഗവാൻ അവിടെ മൂകസാക്ഷിയായിട്ടിരിക്കും. അവരെന്താണെന്ന് വെച്ചാ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതാണ് നമ്മുടെ ഈ അവസ്ഥ. നമ്മൾക്ക് ആരെങ്കിലും ദിവ്യജ്ഞാനം നൽകാൻ വേണ്ടിയിട്ട് വിളിച്ചാൽ പോലും നമ്മൾ എന്താണ്? നമ്മളത് ഒഴിവാക്കി വിടും, പല പല കാരണങ്ങൾ പറഞ്ഞിട്ട്. പക്ഷെ ആത്മാവിന് ഇഷ്ടം എന്താണ്? ഭഗവാൻ എന്താണ് ഇഷ്ടം? ഈ ആത്മീയതയാണ് ഇഷ്ടം. ഭൗതികത എന്ന് പറയുന്നത് താൽക്കാലികം. പക്ഷെ നമ്മൾ അതിനകത്താണ് ആകൃഷ്ടരാകുന്നത്. എന്തുകൊണ്ടാണ്? നമ്മൾ മരിക്കില്ല, മരണത്തെ പേടിയില്ല, നമ്മൾ മരിക്കത്തില്ല എന്നാണ് നമ്മുടെ ചിന്ത. അല്ലെങ്കിൽ ഈ ശരീരമാണ് നമ്മുടെ എല്ലാം എന്നാണ് നമ്മുടെ ചിന്ത. അപ്പം അർജുനൻ ഇപ്പോൾ തന്റെ നിത്യ സുഹൃത്തായിട്ടുള്ള കൃഷ്ണന്റെ നേർക്ക് മുഖം തിരിച്ചു. മനസ്സിലായോ? നമുക്കറിയാം, ആദ്യ അധ്യായത്തിൽ പറഞ്ഞതാണ്, അവർ ഒരുമിച്ചാണ് വരുന്നത്. ഒരുമിച്ച് വരുന്ന സമയത്ത് യുദ്ധത്തിന് വേണ്ടിയിട്ട് വരികയാണ്, രണ്ടുപേരും സുഹൃത്തുക്കളായിട്ട്. എപ്പോഴാണോ അവിടെ നിന്ന് അർജുനൻ ചുറ്റുമുള്ള ബന്ധുമിത്രാദികളെ നോക്കി, ഭൗതിക ലോകത്തെ നോക്കിയപ്പോഴത്തേക്കിന് എന്ത് സംഭവിച്ചു? റിലേ പോയി, അല്ലേ? നമ്മുടെ പിന്നെ ഭൗതികപരമായ എല്ലാം. ഇപ്പൊ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് അർജുനൻ. ഭഗവാനെ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, അങ്ങ് എന്നെ ശിഷ്യനായിട്ട് സ്വീകരിക്കണം, എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് പറഞ്ഞു തരണം. ഇപ്പം അർജുനൻ ഭഗവാനോടൊപ്പം, ഭഗവാന്റെ നേർക്ക് എന്താണ്? മുഖം തിരിച്ചു. അതിനാൽ ഭീഷ്മരുടെയും ദ്രോണരുടെയും ശരീരമാറ്റങ്ങൾ അദ്ദേഹം ദുഃഖിക്കേണ്ടതില്ല. മറിച്ച് എന്താണ്? ധർമ്മയുദ്ധത്തിൽ അവരുടെ ശരീരങ്ങൾ വെടിയുന്നതിലൂടെ അവർ പാപമുക്തരാകുകയും ഉന്നതമായ അവസ്ഥയിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യുമെന്നതിൽ സന്തോഷിക്കുകയാണ് ആർക്ക് വേണ്ടത്? അർജുനന് വേണ്ടത്. അപ്പം ഈ കഥയിലെ പഴം തിന്നുന്ന പക്ഷി എന്ന് പറയുന്നത് നമ്മള്. ഈ ലോകത്തിലെ സുഖങ്ങളും ദുഃഖങ്ങളുമാണ് എന്ത്? ആ പഴങ്ങള്. കൂടെ ഇരിക്കുന്ന ശാന്തനായിട്ടുള്ള പക്ഷിയാണ് ആര്? ഭഗവാൻ. ജസ്റ്റ് ദ്രൗപദി മാതാ എല്ലാവരെയും വിളിച്ച്, ആരെങ്കിലും ഇപ്പൊ രക്ഷിക്കും. ഭർത്താക്കന്മാരെ നോക്കി, അവരാരും ഒന്നും മിണ്ടില്ല. ഭീഷ്മര്, ദ്രോണര്, അവരാരും ഒന്നിനും വന്നില്ല, അല്ലേ? അവസാന കൈയാണ് 16ാമത്തെ, അല്ലേ, പ്രയോഗം. എന്ത് ചെയ്തു? 2 കൈയും പൊക്കിയിട്ട് കൃഷ്ണ രക്ഷിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഭഗവാൻ അതിനുള്ള പരിഹാരം ഉണ്ടാക്കി. അപ്പൊ നമ്മുടെ വിളിക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. ആ ഭക്തി വേണം. നമ്മൾ ജീവിതത്തിലെ തിരക്കുകളിലും ലാഭനഷ്ടങ്ങളിലും മുഴുകിയിട്ടെന്ത്? ഭഗവാനെ മറക്കുമ്പോഴാണ് ദുഃഖമുണ്ടാകുന്നത്. എന്നാൽ അർജുനനെ പോലെ നമ്മൾ ഭഗവാനിലേക്ക് തിരിയുകയും അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ കേൾക്കുകയും ചെയ്യുമ്പോൾ ജീവിതത്തിലെ കയ്പുള്ള അനുഭവങ്ങൾ, മരണം ഉൾപ്പെടെ നമ്മെ വേദനിപ്പിക്കില്ല. ഭഗവാനെ നോക്കി, ഭഗവാനെ ശരണാഗതി പ്രാപിച്ചാൽ, ഭഗവാൻ പറയുന്നത് കേട്ട് ജീവിച്ചാൽ, അപ്പോൾ ആൾക്കാർ പറയും, അതിന് ഭഗവാൻ വന്നൊന്നും പറഞ്ഞു തന്നില്ലല്ലോ എന്ന്. ഭഗവാൻ തന്നെയാണ് എന്ത്? ഭാഗവതം. ഭഗവാൻ തന്നെയാണ് ഭഗവത്ഗീത. ഭഗവാന്റെ വാക്കുകളാണ്, അത് തന്നെയാണ് ഭഗവാനും. അത് പറയുന്നത് അനുസരിച്ച് ജീവിച്ചാൽ എന്ത്? ഒരു ദുഃഖവും ഉണ്ടാവില്ല, മരണം ഉൾപ്പെടെ. മീൻസ് ഈ ശരീരം ഉപേക്ഷിച്ചാല് എവിടെ പോവും? നിത്യധാമമായ ഗോലോകത്തില് അല്ലെങ്കിൽ വൈകുണ്ഠത്തിലേക്ക്. അപ്പം ആ ഭഗവാനുമായിട്ടുള്ള സൗഹൃദം തിരിച്ചറിയുന്നതിലാണ് എന്ത്? ജീവിതത്തിന്റെ വിജയം എന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കുന്തി സ്തുതിയുടെ ഒരു 3 ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 3 കേട്ട് കഴിഞ്ഞാൽ കുറെ കൂടിയിട്ട് മനസ്സിലാകും. അവസാനത്തെ ക്ലാസ് ഉണ്ട് ബുധനാഴ്ച രാവിലെ. അപ്പം അതുകൂടെ കണ്ടു കഴിഞ്ഞാൽ അതിലും എന്താണ് കുന്തി ദേവിയുടെ ഭക്തി എത്രമാത്രം, എന്തുകൊണ്ടാണ് അവര് അത്രയും സങ്കടത്തിലിരിക്കുന്ന സമയത്തും ഈ ഒരു പ്രശ്നത്തെ അതിജീവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാകും. നമുക്ക് അടുത്ത ശ്ലോകത്തിലോട്ട് കിടക്കാം. 23ാമത്തെ ശ്ലോകം, 23. ഏറ്റു പറയുക, ഉറക്കെ പറ.
നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്ത്യപ്യോ ന ചൈനം ക്ലേദയന്ത്യാപ്യോ ന ശോഷ്യതി മരുതഃ ന ശോഷയതി മാരുതഃ. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദയന്ത്യാപ്യോ ന ശോഷയതി മാരുതഃ. ആത്മാവിനെ ആയുധങ്ങൾക്ക് മുറിക്കാനാവില്ല. നൈനം ചിന്തന്തി ശസ്ത്രാണി. നൈനം ദഹതി പാവക, അഗ്നിക്ക് ദഹിപ്പിക്കാനോ വെള്ളത്തിന് നനയ്ക്കാനോ പിന്നെയോ നശോഷയതി മാരുത, കാറ്റിന് ശോഷിപ്പിക്കാനോ കഴിയില്ല. അപ്പം ഇത് പറഞ്ഞു പോകുന്നത് നമുക്ക് ഈ ആത്മാവെന്ന് പറയുന്ന ബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ആത്മാവിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. വാളുകള്, അഗ്നി ആയുധങ്ങള്, വർഷായുധങ്ങള്, വായു ആയുധങ്ങള് തുടങ്ങി ഒരു തരത്തിലുള്ള ആയുധങ്ങൾ കൊണ്ടും ആത്മാവിനെ നശിപ്പിക്കാൻ കഴിയില്ല. ആധുനിക കാലത്തെ ആണവായുധങ്ങള്, അഗ്നി ആയുധങ്ങള് അല്ലെങ്കിൽ അഗ്നി ആയുധത്തിൽ പെടുന്നവ പുരാതന കാലത്ത് എന്താണ്? ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം കൊണ്ട് നിർമ്മിച്ച പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള പുരാതന കാലത്ത് നിർമ്മിച്ചിട്ടുള്ള എന്താണ് അതിശക്തമായ പല ആയുധങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഈ അണുവായുധങ്ങളെക്കാട്ടില് വലിയ ആയുധങ്ങളായിരുന്നു പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ആയുധങ്ങൾ പുരാതന കാലത്ത് ഉപയോഗിച്ചിരുന്നവ. അതുകൊണ്ടൊന്നും ആത്മാവിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ ആയുധങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ വർഷായുധങ്ങളും മറ്റും അന്ന് നിലവിലുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ ശാസ്ത്രത്തിന് ഇതേക്കുറിച്ചൊരു അറിവുമില്ല. ഇതിന് അപ്പുറത്തെ ആയുധങ്ങളായിരുന്നു. ശാസ്ത്രീയമായ ഏത് ഉപകരണം ഉപയോഗിച്ചാലും ആത്മാവിനെ കഷ്ണങ്ങളാക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. കാരണം നമുക്ക് കാണാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, ഇനി എത്ര മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്താലും കാണില്ല. കാരണം അത് ഭഗവാന്റെ അംശമാണ്. അത് ആത്മീയ സ്ഫുലിംഗമാണ്. ദാറ്റ് ഈസ് സ്പിരിച്വൽ. നീ എത്ര ശാസ്ത്രജ്ഞന്മാർ എങ്ങനെ തലകുത്തി പറഞ്ഞാലും കാണാൻ കഴിയത്തില്ല. മായാവാദികളെ സംബന്ധിച്ചിടത്തോളം ആത്മാവ് ശരീരം വിട്ടു കഴിഞ്ഞാൽ എവിടെയാണ്? ദൈവത്തിൽ ലയിച്ചൊന്നാകുന്നു എന്ന് വിശ്വസിക്കുന്നവർ, അല്ലേ? അവർക്കും ആത്മാവ് എങ്ങനെയാണ് ഉണ്ടായതെന്ന് വ്യക്തമായിട്ട് വിശദീകരിക്കാൻ കഴിയില്ല. മനസ്സിലാക്കുക, എന്താണ്? ആത്മാവ് ഒരിക്കലും പരമാത്മാവിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെട്ട ഒന്നല്ല. മറിച്ച് അവ എന്നും പരമാത്മാവിന്റെ വേറിട്ട് നിൽക്കുന്ന നിത്യമായിട്ടുള്ള ഭാഗങ്ങളാണ്. രണ്ടാണ്, പക്ഷെ ഗുണത്തിലൊന്നാണ്, അളവിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത്. ആത്മാവ്, പരമാത്മാവ്. സിമ്പിൾ ഉദാഹരണമാണ് നമ്മുടെ അച്ഛനും അമ്മയും. നമ്മുടെ അച്ഛനും അമ്മയും ഉള്ളതുകൊണ്ടാണ് നമ്മളുണ്ടായത്, അല്ലേ? നമുക്കും മനുഷ്യരൂപമാണ്, അവർക്കും മനുഷ്യരൂപമാണ്. നമ്മൾ ഒന്നാണോ? അല്ല, രണ്ടാ. അതുമാതിരിയാണ് ഭഗവാൻ പരമപിതാവാണ്. അദ്ദേഹത്തിൽ നിന്ന് വന്നതാണ് നമ്മളെല്ലാം. അപ്പം നമ്മൾ ഭഗവാൻ തന്നെ ആവുന്നത് എങ്ങനെയാണ്? നമുക്ക് വ്യത്യാസമുണ്ട്. അപ്പം ആത്മാവ് ഒരിക്കലും പരമാത്മാവിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെട്ട ഒന്നല്ല. പിന്നെ മറിച്ച് അവ എന്നും പരമാത്മാവിന്റെ വേറിട്ട് നിൽക്കുന്ന നിത്യമായ ഭാഗങ്ങളാണ്. ഒരു തീപ്പൊരി തീയിൽ നിന്ന് പുറത്ത് വീണാൽ അത് അണഞ്ഞു പോകും, അല്ലേ? അത് അണഞ്ഞു പോകാൻ സാധ്യതയുള്ളൂ. അതേപോലെ സൂക്ഷ്മമായ ആത്മാവ് ഭഗവാനിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ മായയാല് മറയ്ക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ മനസ്സിലാക്കുക. അതായത് ഭഗവാനിൽ നിന്ന് മാറുമ്പോൾ, ഭഗവാനെ മറക്കുമ്പോൾ എന്ത് സംഭവിക്കും? മായയിലാവും, മായയുടെ പിടിയിലാവും. അതായത് ഈ ഭൗതിക ലോകത്ത് ഭഗവാനോടൊപ്പം നിൽക്കുമ്പോഴാണ് നമുക്ക് ദുഃഖങ്ങളില്ലാത്തത്. എത്ര ദുഃഖം വന്നാലും നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാത്തത്. ഭഗവാനെ മറന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ദുഃഖങ്ങളാവും, വലിയ വലിയ പ്രശ്നങ്ങളാവും. നമ്മൾക്ക് പൈസ പ്രശ്നങ്ങളാവും, പലിശയ്ക്ക് പൈസ എടുക്കും, അവിടെ ഇവിടെ ദിവസവും പ്രശ്നങ്ങൾ. പക്ഷെ ആ ഒരു സമയത്ത് കുറച്ച് സമയം ഭഗവാന്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ, ഭഗവാനോട് ഇതിനുള്ള പരിഹാരം ആരാഞ്ഞാല് ഭഗവാൻ അതിന് പരിഹാരം കണ്ടു തരും. പക്ഷെ നമ്മൾ അതിന് ശ്രമിക്കാറില്ല. അപ്പൊ ഇതിൽ പറയുന്നതിന്റെ ഉദ്ദേശം അതാണ്. ആത്മാവ് ഒരിക്കലും പരമാത്മാവിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെട്ട ഒന്നല്ല. അപ്പം
വേറിട്ട് നിൽക്കുന്ന നിത്യമായ ഭാഗങ്ങളാണെന്ന് പറയാൻ കാരണം അതാണ്. അപ്പോൾ നമ്മളെ രക്ഷിക്കാൻ ആരാണ്? ഭഗവാനേ ഉള്ളൂ. എന്താണ്? ഭഗവാന്റെ അംശമാണ് നമ്മൾ. ഭഗവാൻ എന്ന് പറയുന്നത് നമ്മുടെ പിതാവാണ്. നമ്മുടെ രീതിയിൽ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. ഭാര്യ ഭർത്താവിനോട് പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട്, അല്ലെങ്കിൽ അവർ വേറെ ആര്, രാഷ്ട്രീയക്കാരോട്, അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ, പ്രസിഡന്റ്, അല്ലെങ്കിൽ പ്രശ്നം വെപ്പുകാർ, അല്ലേ? ഇങ്ങനെ പ്രശ്നം പരിഹരിക്കാൻ നടക്കുകയാണ്. പലരും എന്തെങ്കിലും വീട്ടിൽ അല്ലെങ്കിൽ സ്വകാര്യമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഉടനെ എവിടെ പോകും? ജ്യോത്സ്യരുടെ അടുത്ത് പോകും. ആദ്യം കാണുന്ന ജ്യോത്സ്യർ പറയും ഒരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞാലും അവരെന്ത് ചെയ്യും? അടുത്തടുത്ത് പോകും. എവിടെയാണോ ഒരു ജ്യോത്സ്യൻ പറയുന്നത് നിങ്ങൾക്ക് പ്രശ്നമുണ്ട് എന്ന്, അവിടെ വരെ അവര് പോകും, അല്ലേ? പ്രശ്നം വെക്കാനാ പോകുന്നത്, പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതൊന്നും പരിഹാരമല്ല. കാരണം എന്ത്? ആ ഭഗവാനിലോട്ട് നമ്മുടെ ഒരു നോട്ടം മതി. കാരണം ഭഗവാൻ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അതിന്റെ ഒരു ഉദാഹരണമാണ് തീപ്പൊരിയുടെ കാര്യം പറഞ്ഞത്. ആ തീയിൽ നിന്ന് ആ തീപ്പൊരി പുറത്തു പോയി കഴിഞ്ഞാൽ അണഞ്ഞു പോകും, അല്ലേ? അതേപോലെയാണ് നമ്മളും ഭഗവാനെ മറന്നാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, മായയുടെ പിടിയിലാവുന്നത്, നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കേണ്ടതായിട്ടും വന്നത്. ഇപ്പൊ മോക്ഷം ലഭിച്ചാൽ പോലും ആത്മാവ് അതിന്റെ വ്യക്തിത്വം നിലനിർത്തുന്നു എന്ന് കൃഷ്ണൻ അർജുനന് നൽകിയ ഉപദേശങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്തുകൊണ്ടാണത്? ആ രാജാവിന്റെ ഭഗവാൻ പറയില്ലേ, ഈ രാജാവും ഈ കാണുന്ന ആൾക്കാരും നീയും ഞാനുമെല്ലാം എന്നും ഉണ്ടായിരുന്നു, ഏ? കാരണം അത് നിത്യനാ, അങ്ങനെ വ്യക്തിത്വം ഉണ്ട്. അപ്പം അറിവ് ലഭിച്ചപ്പോൾ അർജുനൻ മുക്തനായി മാറിയെങ്കിലും ഒരിക്കലും കൃഷ്ണനുമായി ലയിച്ച് ഒന്നായി തീർന്നില്ല. മനസ്സിലായോ? ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടും എന്താണ് ആൾക്കാർ പറയുന്നത്? എല്ലാം കഴിയുന്ന സമയത്ത് പോയി ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ ലയിച്ചു ചേരാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ലയിച്ചു ചേരാമെന്നാണ്. അങ്ങനെയാണ് എങ്കിൽ അർജുനന് ഉപദേശം എല്ലാം കിട്ടി റെഡിയായി, അർജുനന്റെ കർമ്മവും ചെയ്തു ധർമ്മവും ചെയ്തു, അർജുനൻ ഭഗവാനിൽ ലയിച്ചു ചേരണ്ടേ? അപ്പം ഒരു വലിയ മുറി, ആ മുറിയിലൂടെ ജാലകത്തിലൂടെ സൂര്യപ്രകാശം അകത്തേക്ക് വരുന്നത് എന്ത്? ആ സൂര്യപ്രകാശം ഒരു ജനലിനിടയിലൂടെ അകത്തേക്ക് വരുന്ന സമയത്ത് ഒരുപാട് പൊടികൾ ഉണ്ടാവും, അല്ലെ? ദശലക്ഷക്കണക്കിന് ചെറിയ പൊടിപടലങ്ങൾ ഉണ്ടാവും. അതിങ്ങനെ നൃത്തം ചെയ്യുന്നത് നമുക്ക് കാണാം രാവിലെയൊക്കെ വെയിലത്ത് നോക്കിക്കഴിഞ്ഞാൽ. അപ്പം ആ വരുന്ന സൂര്യനാണ് ആര്? ഭഗവാൻ. ആ ജാലകത്തിലൂടെ വരുന്ന ഓരോ രശ്മികളും ആത്മീയ ചൈതന്യം. ഒരു ഉദാഹരണം പറഞ്ഞോളൂ, ആ പൊടിയല്ല കേട്ടോ ആത്മാവ്, നമ്മുടെ കാര്യം പറഞ്ഞു. അപ്പം അതിൽ കാണുന്ന ഓരോ പൊടിപടലവുമാണ് ആര്? നമ്മള് ജീവാത്മാക്കൾ. ആ പൊടിപടലങ്ങള് ആ സൂര്യപ്രകാശ അല്ലെങ്കിൽ ആ പ്രകാശരശ്മിയിൽ ഇരിക്കുന്ന സമയത്ത് എന്താണ്? അത് പ്രകാശിക്കുന്ന പ്രകാശമുണ്ട്. അത് പ്രകാശത്തിന്റെ തന്നെ ഒരു സ്വഭാവമാണ്. പക്ഷെ ആ പൊടിപടലം ഒരിക്കലും ആരാകുന്നില്ല? സൂര്യനാകുന്നില്ല. അത് എത്ര പ്രകാശിച്ചാലും അതൊരു ചെറിയ കണികയായി തന്നെ തുടരുന്നു. ഒരു ചെറിയ കാറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ പൊടിപടലത്തെ മുറിയുടെ ഇരുളടഞ്ഞ മുറിയിലേക്ക് മാറ്റിയാൽ അതിന് പ്രകാശം നഷ്ടപ്പെടുന്നു, മായയിലാകുന്നു. എന്നാൽ അത് വീണ്ടും തിരികെ പ്രകാശരശ്മിയിലേക്ക് വരുമ്പോഴ്, അല്ലെങ്കിൽ ഭക്തിയാകുന്ന ജ്ഞാനത്തിലേക്ക് വരുമ്പോഴത് തിളങ്ങാൻ തുടങ്ങുന്നു. ഇത് ക്ലാസ്സൊക്കെ 2-3 ആവർത്തി കേൾക്കുക, അന്നേരം മനസ്സിലാവും. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കണം. അപ്പം നമ്മുടെ വ്യക്തിത്വത്തെ കുറിച്ചാണ് പറയുന്നത്. എന്താണ്? നമ്മളെന്നും ദൈവത്തിന്റെ ഭാഗമാണ്, പക്ഷെ നമ്മൾ ആരല്ല? ദൈവമല്ല. ആ എളിമയും തിരിച്ചറിവുമാണ് നമ്മുടെ സുരക്ഷ. പിന്നെയോ, ആയുധങ്ങൾക്ക് തകർക്കാനാവില്ല. വെളിച്ചത്തിലുള്ള പൊടിയെ നമുക്ക് വാളുകൊണ്ട് മുറിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതുപോലെ ആത്മീയമായ ആത്മാവിനെ ഭൗതികമായ ഒന്നുകൊണ്ടും നശിപ്പിക്കാൻ പറ്റില്ല. പിന്നെ ബന്ധം, പ്രകാശത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുമ്പോഴാണ് ആ പൊടിപടലം എവിടെയാകുന്നത്? ഇരുട്ടിലാകുന്നത്. അതുപോലെ ഭഗവാനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ആത്മാവ് സന്തോഷവാനായിരിക്കുന്നത്. അർജുനൻ എന്ന ആ ചെറിയ പൊടിപടലം കൃഷ്ണനാകുന്ന സൂര്യപ്രകാശത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ അർജുനന്റെ ഉള്ളിലെ
എന്ത് മാറി? ഇരുട്ട് മാറി. ഈ തിരിച്ചറിവ് ആണ് നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടത്. അടുത്ത ശ്ലോകം പറയാം. അച്ഛേദ്യോയം അദഹ്യോയം അക്ലേദ്യോ ശോഷ്യ ഏവച. പറയുന്നുണ്ടോ? നിത്യ സർവഗതാസ്തനൂർ അചലോയം സനാതന. ജീവാത്മാവിനെ മുറിക്കാനോ ദഹിപ്പിക്കാനോ കുതിർക്കാനോ ഉണക്കാനോ കഴിയില്ല. എല്ലാവരും ചിന്തിക്കും, ഇത് ഇതിനെ എപ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം ഇത് കേട്ട് 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 വേണം എന്താ ബുദ്ധി ഉദിക്കാൻ. പറഞ്ഞു തരിക, ഒരു ചെറിയ പോയിന്റ് പോലും മാറ്റി വെക്കരുത്, സംശയത്തിന് ഇട കൊടുക്കരുത്. അപ്പം ഇത്രയും പറഞ്ഞാൽ വേറെ എന്തെങ്കിലും മുറിക്കാവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാവോ? അവിടെ അങ്ങനെ ആരും സംശയം ഉന്നയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയുന്നത്. ജീവാത്മാവിനെ മുറിക്കാനോ ദഹിപ്പിക്കാനോ കുതിർക്കാനോ പിന്നെയോ ഉണക്കാനോ കഴിയില്ല. ശാശ്വതനും സർവത ഗമിക്കാൻ കഴിവുള്ളവനും പിന്നെയോ പരിണാമങ്ങൾക്കതീതനും അചഞ്ചലനും നിത്യനുമാണ് ആര്? ഈ ആത്മാവ്. അപ്പൊ ഈ ഭാഗം ആത്മാവിന്റെ നിത്യതയും സൂക്ഷ്മതയും കുറിച്ച് പ്രതിപാദിക്കുന്നു. ആത്മാവിന് ഒരിക്കലും മാറാത്ത നശിക്കാത്ത ഒരു ചെറു അണുവാണ് ആര്? ആത്മാവ്. മുക്തിക്ക് ശേഷവും അത് അതിന്റെ വ്യക്തിത്വം നിലനിർത്തുന്നു. കാരണം നമ്മൾ പറഞ്ഞ ചേര പടം ഊരിയിടുന്നത് പോലെ എന്താണ്, നമ്മൾ നമ്മുടെ നിത്യമായിട്ടുള്ള ശരീരം ഊരിയിട്ടിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം ഈ ആത്മാവിനൊരു വ്യക്തിത്വമുണ്ട്. അപ്പം അത് എപ്പോഴായാലും വ്യക്തിത്വം നിലനിർത്തുന്നു മുക്തിക്ക് ശേഷവും. അപ്പം അദ്വൈതവാദത്തോടുള്ള എതിർപ്പ് എന്താണ്? ആത്മാവ് ദൈവത്തിൽ ലയിച്ച് ഇല്ലാതാകുന്നില്ല, പകരം ഒന്നുകിൽ ദൈവപ്രഭയില് വസിക്കുന്നു അല്ലെങ്കിൽ ദൈവത്തോടൊപ്പം ആത്മീയ ലോകത്ത് കഴിയുന്നു. അല്ലാതെ ഒരിക്കലും ഭഗവാനോട് ലയിച്ച് ചേരില്ല, അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ ലയിക്കില്ല, അല്ലെങ്കിൽ ഞാനും നീയും ഭഗവാനല്ല. ഇത് വേറെ ഫിലോസഫി, വേറൊരു സമയത്ത് അത് നമുക്ക് പറയാം എന്തുകൊണ്ടാണ് ശങ്കരാചാര്യർ വന്ന് അത് പറഞ്ഞത് എന്നൊക്കെ. പിന്നെ സർവവ്യാപിത്വം, ആത്മാക്കൾ പ്രപഞ്ചത്തിന്റെ എല്ലാ കോണിലുമുണ്ട്. അഗ്നി ആത്മാവിനെ നശിപ്പിക്കാത്തതിനാൽ സൂര്യനിൽ പോലും എന്തുണ്ട്? ജീവന്റെ സാന്നിധ്യം. ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം എന്ത്? അഗ്നിക്കോ കാറ്റിനോ ഭൗതിക ശക്തികൾക്ക് ഒന്നും നശിപ്പിക്കാൻ കഴിയില്ല. പ്രഹ്ലാദ് മഹാരാജിന്റെ കഥ, ഭക്ത പ്രഹ്ലാദ് മഹാരാജിന്റെ കഥ തന്നെയുണ്ട് അല്ലേ? ഹിരണ്യകശിപു തന്റെ മകനായ പ്രഹ്ലാദിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പല മാർഗങ്ങളും നോക്കി. അതിലൊന്നായിരുന്നു തന്റെ സഹോദരിയായിട്ടുള്ള ഹോളികയുടെ സഹായം തേടിയത്. തീയിൽ വെന്തുപോകാത്ത ഒരു വസ്ത്രം എന്ത് ഈ ഹോളികയ്ക്ക് ലഭിക്കും. അപ്പൊ പ്രഹ്ലാദനെ മടിയിലിരുത്തി അഗ്നിയിലിരുന്നാല് പ്രഹ്ലാദൻ വെന്തു മരിക്കുമെന്നും താൻ രക്ഷപ്പെടുമെന്നും ആര് കരുതി? ഹോളിക കരുതി. എന്നാൽ ഭഗവാനില് പൂർണ്ണമായും അർപ്പിക്കപ്പെട്ട പ്രഹ്ലാദ് അല്ലേ, ആ പ്രഹ്ലാദിന്റെ ഉള്ളിലെ ആത്മാവിനെ സ്പർശിക്കാൻ വേണ്ടിയിട്ട് ആർക്ക് കഴിഞ്ഞില്ല? അഗ്നിക്ക് പോലും കഴിഞ്ഞില്ല. അപ്പം ആ ആത്മീയ ശക്തിയാൽ ജ്വലിച്ചു നിന്ന പ്രഹ്ലാദൻ സുരക്ഷിതനായിട്ട് പുറത്തു വന്നു. എന്നാല് ആ കിട്ടിയ വരം ദുരുപയോഗം ചെയ്ത ഹോളിക അഗ്നിയില് ദഹിച്ചു പോവുകയും ചെയ്തു. ആത്മാവ് ആരാണ്? അദഹ്യോയം, ദഹിപ്പിക്കാൻ കഴിയാത്തതാണെന്ന്. എന്താണ്? ഭൗതികമായിട്ടുള്ള അഗ്നിക്ക് പോലും ഈ ആത്മീയ ചൈതന്യത്തെ എന്ത് ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും ഈ കഥ നമ്മെ ഓർമ്മിക്കുന്നു. അടുത്തത് 25-ാമത്തെ ശ്ലോകം. അവക്ത്യോയം അചിന്ത്യോയം അവികാര്യോയം ഉച്യതേ തസ്മാദേവം വിദിത്വൈനം നാനുശോചിതുമർഹസി. ദുഃഖിക്കരുത്. നാനുശോചിതും അർഹസി. ശരീരത്തെ കുറിച്ച് എന്താ വരുത്? ദുഃഖിക്കരുത്. അദൃശ്യനും അവ്യക്തോയം, എന്താണ്? അദൃശ്യൻ. അചിന്ത്യോയം, അചിന്ത്യനും. പിന്നെയോ
അവികാര്യോയം, മാറ്റമില്ലാത്തവനുമാണ് ആര്? ആത്മാവ്. അല്ലെ, അദൃശ്യനാണ്, അചിന്ത്യനാണ്, മാറ്റമില്ലാത്തവനുമാണ് ആത്മാവ്. ഇതറിയുന്നത് കൊണ്ട് അർജുന, നീ ഈ ശരീരത്തെ കുറിച്ച് എന്താവരുത്? ദുഃഖിക്കരുത്. നമ്മളും ദുഃഖിക്കരുത്. അപ്പം ആത്മാവിനെ കുറിച്ച് അല്ലെങ്കിൽ ആത്മാവിന്റെ വലിപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്താണ്? ഭൗതിക ലോകങ്ങൾക്ക് അല്ലെങ്കിൽ ഭൗതിക കണക്കുകൂട്ടലുകൾ കൊണ്ട് സാധ്യമല്ല. ആത്മാവിന്റെ അസ്തിത്വത്തെ സംബന്ധിച്ചിടത്തോളം ശ്രുതി അല്ലെങ്കിൽ വേദങ്ങളിലെ അറിവ് എന്ന തെളിവില്ലാതെ മറ്റൊരു പരീക്ഷണത്തെ കുറിച്ചും അത് തെളിയിക്കാനിട്ട് സാധ്യവുമല്ല. അല്ലെങ്കിൽ ഭഗവത്ഗീതയുടെ ജ്ഞാനം മനസ്സിലാക്കാതെ ആത്മാവിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഈ സത്യം നമ്മൾ അംഗീകരിക്കണം. കാരണം എന്തുകൊണ്ടാണ്? ആത്മാവിന്റെ അസ്തിത്വം നമുക്ക് അനുഭവവേദ്യമാണെങ്കിലും പിന്നെയോ വേദങ്ങളിലല്ലാതെ അത് മനസ്സിലാക്കാൻ മറ്റൊരു ഉറവിടവുമില്ല. ഒരാൾക്ക് തൻ്റെ പിതാവിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എന്താണ് മാർഗം? അമ്മയുടെ വാക്കല്ലാതെ മറ്റൊരു മാർഗവുമില്ല, അല്ലെ? അമ്മയുടെ വാക്കുകൾ ആധികാരികമായി എടുത്താൽ മാത്രമേ തൻ്റെ പിതാവ് ആരാണെന്ന് ഒരാൾക്ക് ഉറപ്പിക്കാൻ കഴിയൂ. അതുപോലെ വേദങ്ങള്, പുരാണങ്ങള് ഒക്കെ പഠിക്കുന്നതിലൂടെ അല്ലാതെ ആത്മാവിനെ മനസ്സിലാക്കാൻ മറ്റു വഴികളില്ല. ചുരുക്കത്തില് നമ്മുടെ പരീക്ഷണാത്മക അറിവ് കൊണ്ട് ആത്മാവിനെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്നാണ് പറയുന്നത്. കാരണം ആത്മാവ് എന്ന് പറയുന്നത് പരമാത്മാവ് അനന്തമാണ്, എന്നാൽ ജീവാത്മാവോ അത്യന്തം സൂക്ഷ്മമാണ്. അപ്പം അതിനാൽ മാറ്റമില്ലാത്ത ഈ സൂക്ഷ്മ ആത്മാവിന് ഒരിക്കലും അനന്തമായ പരമാത്മാവിനോ അല്ലെങ്കിൽ ഭഗവാനോ തുല്യനാകാൻ പോലും കഴിയില്ല. അപ്പൊ എന്താണ്? അതെപ്പോഴും ഒരു ചെറിയ അണുവായിട്ട് നിലകൊള്ളുന്നു. ആത്മാവിനെ കുറിച്ചുള്ള ഈ സങ്കല്പങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ശരിയായി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വേദങ്ങളിൽ പലയിടത്തും ഇത് ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷെ അതിലുപരിയാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. തെറ്റുകൂടാതൊരു കാര്യം മനസ്സിലാക്കാൻ എന്ത് വേണം? നമ്മൾ ആവർത്തിച്ച് ഇത് കേൾക്കണം, മനസ്സിലാക്കണം. ഒരിക്കൽ വിദേഹരാജ്യത്തെ രാജാവായിട്ടുള്ള ജനകൻ ഒരു വലിയ പണ്ഡിത സഭ വിളിച്ചു കൂട്ടുന്നു. അപ്പം അവിടേക്ക് 8 ഭാഗങ്ങളില് വക്രതയുള്ള കൂനുള്ള അഷ്ടാവക്രമുനി, അറിയായിരിക്കും, എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ആ അഷ്ടാവക്രൻ എന്ന ഒരു ബാലൻ കടന്നു വരും. അന്ന് അദ്ദേഹം ചെറുതാ. അപ്പം അദ്ദേഹത്തിന്റെ രൂപം കണ്ടിട്ട് സഭയിലുണ്ടായിരുന്ന പണ്ഡിതന്മാരെല്ലാം പരിഹസിക്കും. നമ്മളായാലും അങ്ങനെയൊക്കെയാണ്, അല്ലേ? പരിഹസിച്ചിരിക്കും കൂനുമായിട്ട് വന്നിരിക്കുന്ന അഷ്ടാവക്രനെ കണ്ടിട്ട്. ഇത് കണ്ട അഷ്ടാവക്രൻ അവരെക്കാട്ടില് ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങും. അപ്പം അത്ഭുതപ്പെട്ട ഈ ജനക മഹാരാജ് ചോദിക്കും, എല്ലാവരും നിന്നെ നോക്കിയാണ് ചിരിക്കുന്നത്, നീ എന്തിനാണ് ചിരിക്കുന്നത്? അഷ്ടാവക്രൻ മറുപടി പറയും, അല്ലയോ മഹാരാജാവേ, ഞാൻ ഈ സഭയില് പണ്ഡിതന്മാരെ കാണാൻ വന്നതാണ്. എന്നാൽ എനിക്കിവിടെ കാണാൻ കഴിയുന്ന ആരാണ്? വെറും ചർമ്മക്കാരെ, അതായത് ചെരുപ്പ് കുത്തികളെ മാത്രമാണ്. സഭ സ്തംഭിച്ചു പോകും. അഷ്ടാവക്രൻ തുടർന്ന് പറയുന്നത്, ഒരു കരിമ്പ് വളഞ്ഞിരുന്നാലും അതിനുള്ള നീര് അല്ലെങ്കിൽ അതിന്റെ നീരിന് മധുരത്തിന് കുറവുണ്ടാകുന്നു. ഒരു പാത്രം രൂപഭംഗി ഇല്ലാത്തതാണെങ്കിലും അതിനുള്ളിലെ ആകാശത്തിന് വക്രതയുണ്ടാകുന്നു. അതുപോലെ ഈ ശരീരം വിരൂപമായാലും അതിനുള്ളിലെ ആത്മാവിന് യാതൊരു മാറ്റവുമില്ല. നിങ്ങൾ ആത്മാവിനെ അല്ല, പകരം എൻ്റെ പുറംതൊലിയെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത്. അപ്പം ഇത് കേട്ടിട്ട് ജനക മഹാരാജിന് തന്റെ തെറ്റുകൾ മനസ്സിലാക്കുകയും അഷ്ടാവക്രനെ തന്റെ ഗുരുവായിട്ട് സ്വീകരിക്കുകയും ചെയ്തു. 26-ാമത്തെ ശ്ലോകം. അദചൈനം നിത്യജാതം നിത്യം വാ മന്യസേ മൃതം തദാപി ത്വം മഹാബാഹോ നൈവം ശോചിതുമർഹസി.
അതല്ല, ആത്മാവ് അത് ചൈനം നിത്യജാത, ആത്മാവ് പിന്നെയാണ് ജനിക്കുകയും എന്നേക്കുമായി മരിക്കുകയും ചെയ്യുന്നു എന്നതാണ് വിശ്വാസമെങ്കിൽ തന്നെയും എന്താണ് മഹാബാഹോ എനിക്ക് ദുഃഖിക്കാനില്ല, അല്ലെ? ആത്മാവ് ജനിക്കും, പക്ഷെ മരിക്കുന്നത് എന്നേക്കുമാണ് എന്ന് വിശ്വസിക്കാമെങ്കിലും എന്ത് അർജുന നീ ദുഃഖിക്കേണ്ട. ഭൗതികവാദികൾ എന്താണ് പറയുന്നത്? ആത്മാവ് എന്ന എന്താണ്? ഒരു രാസവസ്തുക്കളുടെ ഒരു ചേരുവ മാത്രമാണെന്നും മരിക്കുമ്പോൾ എല്ലാം അവസാനിക്കുന്നതും എന്താണ് ഒരു വിഭാഗം ആൾക്കാർ കരുതുന്നു. അപ്പൊ ഭഗവാൻ എന്താ പറയുന്നത്? ഒരു പക്ഷേ അർജുനൻ ഭൗതികവാദത്താലാണ് ഇത് ചിന്തിച്ച് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടി, അത് വിശ്വാസത്തിലാണെങ്കിൽ പോലും എന്താണ് യുദ്ധം ചെയ്യുന്നത് തെറ്റില്ല. കാരണം നശിക്കുന്നത് വെറും രാസവസ്തുക്കൾ മാത്രമാണ്. അപ്പം പുനർജന്മമില്ല എങ്കിൽ പാപപുണ്യങ്ങളെ കുറിച്ചോർത്ത് ഭയപ്പെടേണ്ട ആവശ്യവുമില്ല. ഭഗവാന്റെ നിലപാടെന്താണ്? ഭൗതികവാദത്തെ തള്ളിക്കളയുന്ന കൃഷ്ണൻ അർജുനനെ തന്റെ ധർമ്മം, ക്ഷത്രിയ ധർമ്മം ഓർമ്മിപ്പിക്കാനായിട്ടാണ് എന്ത് മഹാബാഹു എന്ന് വിളിക്കുന്നത്. അപ്പം ഈ ഭൗതികവാദത്തെ കുറിച്ച് പറയുന്ന സമയത്ത് വലിയൊരു ആചാര്യൻ, ഒരു മുനിയായിരുന്നു, ആര്? ചാർവാക മഹർഷി, ഒരു വലിയ മഹർഷിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു കഥയുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ സിദ്ധാന്തം എന്ന് പറയുന്നത് യാവത് ജീവേത് സുഖം ജീവേത് ദൃഢം കൃത്വാ ഘൃതം പിബേത് ഭസ്മി ഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുത. എന്താണ്? യാദവ് ജീവേത് സുഖം ജീവേത്, ജീവിക്കുന്ന കാലത്തോളം എന്ത് സുഖമായി ജീവിക്കുക. അത് പണ്ട് ഭാരതത്തില് ലോകായാതിക എന്ന ദർശനത്തിന്റെ വക്താവായിരുന്നു അദ്ദേഹം. അദ്ദേഹം പറഞ്ഞതാണ് എന്ത്? യാവത് ജീവേ സുഖം ജീവേ, ജീവിക്കുന്ന കാലത്തോളം സുഖമായി ജീവിക്കുക. ഋണം കൃത്വാ ഘൃതം പിബേത്. എങ്ങനെയാണ്? കടം വാങ്ങിയിട്ടായാലും ജീവിക്കുക, കടം വാങ്ങിയിട്ടായാലും നെയ്യ് കുടിക്കുക. ഭസ്മീ ഭൂതസ്യ രഹസ്യ പുനരാഗമനം കുത. ശരീരം ഒരിക്കൽ ഭസ്മമായി കഴിഞ്ഞാൽ പിന്നെ എവിടെ നിന്നാണ് മടങ്ങി വരുന്നത്? അതുകൊണ്ട് അല്ലേ, നമ്മളെ പോലെയുള്ള പലരും ചിന്തിക്കുന്നതാണ് ഈ ഒരു ശരീരം കിട്ടിയിരിക്കുന്നത് അടിച്ചു പൊളിക്കാനാ, എന്തും ചെയ്യാം, എന്ത് പരിപാടികളും ചെയ്യാം. ശരീരം നശിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഓർത്തിട്ട് ദുഃഖിക്കേണ്ട ആവശ്യമില്ലല്ലോ. ശരീരം നശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഭഗവാൻ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഭൗതികമായിട്ട് സൂഹിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ശരീരം ഉപയോഗിച്ചിട്ട് എന്ത് വേണേലും ചെയ്യാം. അപ്പൊ അത് തന്നെയാണ് അദ്ദേഹവും പറയുന്നത്. ജീവിക്കുന്ന കാലത്തോളം സുഖമായിട്ട് ജീവിക്കുക, കടം വാങ്ങിയിട്ടാണെങ്കിലും എന്ത് നെയ്യ് കുടിക്കുക. ശരീരം ഒരിക്കലും ഭസ്മമായി കഴിഞ്ഞാൽ പിന്നെ എവിടെ നിന്നാണ് മടങ്ങി വരുന്നത്? അപ്പൊ ഇങ്ങനെ ചിന്തിക്കുന്നവർ എന്താണ് വിശ്വസിക്കുന്നത്? ആത്മാവ് എന്നത് പാനപാത്രത്തില് മദ്യം ലയിച്ചു ചേരുന്നത് പോലെ ഭൗതിക വസ്തുക്കളിൽ നിന്ന് ഉണ്ടായ ഒന്നാണ് എന്നാണ്. എന്നാൽ മഹാഭാരത യുദ്ധത്തിന് ശേഷം ധർമ്മപുത്രര് കിരീടധാരണം നടത്തുമ്പോൾ ഒരു ബ്രാഹ്മണ വേഷധാരിയായി വന്ന ചാർവാകൻ യുദ്ധത്തെയും ഹിംസയെയും എതിർത്ത് സംസാരിച്ചു. എന്നാൽ അദ്ദേഹം ഒരു അസുരന്റെ പക്ഷക്കാരനാണെന്നും ജനങ്ങളെ വഴിതെറ്റിക്കാൻ വന്നതാണെന്നും തിരിച്ചറിഞ്ഞ മറ്റു പണ്ഡിതന്മാര് അദ്ദേഹത്തെ തങ്ങളുടെ തപോശക്തിയാൽ എന്ത് ചെയ്യും? ഭസ്മമാക്കി കളയും. അപ്പൊ ഇത് നൽകുന്ന സന്ദേശം കേവലം ശരീരം മാത്രമാണ് സത്യം എന്ന് വിശ്വസിക്കുന്നത് ഭൗതികമായിട്ടുള്ള സുഖങ്ങൾ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കാരണമാകും. എന്നാൽ കൃഷ്ണൻ അർജുനനെ പഠിപ്പിക്കുന്ന എന്താണ്? ശരീരത്തിനപ്പുറമുള്ള ഉത്തരവാദിത്തങ്ങളെയും ധർമ്മം, അത് ധർമ്മം നമ്മൾ പുറകെ പറയാം, ആത്മാവിന്റെ നിത്യതയെയും കുറിച്ചാണ്. ശരീരത്തിനപ്പുറമുള്ള ഉത്തരവാദിത്തം എന്നാണ് ധർമ്മം. ധർമ്മം എന്താണ്? ആത്മാവിന്റെയാണ് ധർമ്മം, ശാരീരിക ധർമ്മമല്ല. ശാരീരിക ധർമ്മം ഇവിടെ പോകുന്ന സംഗതിയാണ്. അപ്പം ആത്മാവിന്റെ നിത്യതയെയും കുറിച്ചും തന്റെ ഉത്തരവാദിത്വത്തെയും കുറിച്ചാണ് ആര്? അർജുനനെ ഭഗവാൻ പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ കഥ എന്താണ്? ഭാഗികമായിട്ടുള്ള യുക്തികൾ കൊണ്ട് സത്യത്തെ മൂടിവെക്കാൻ കഴിയില്ലെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പം ചിലപ്പോൾ സംശയം തോന്നാം, ഈ ഭൗതികവാദികൾ പറയുന്നത് പോലെ ജീവൻ ഒരു ചെറിയ വെറും കെമിക്കൽ റിയാക്ഷൻ മാത്രമാണെങ്കിൽ എന്തുകൊണ്ടാണ് മരിച്ച ഒരാളുടെ ശരീരത്തില് എല്ലാ രാസവസ്തുക്കളും ഉണ്ടായിട്ടും അയാൾക്ക് വീണ്ടും ജീവൻ നൽകാൻ നമുക്ക് കഴിയാത്തത്? അല്ലേ? അപ്പം കാറിലെ ഡ്രൈവറെ പോലെയാണ് ആത്മാവ്. ഒരു കാർ ഓടണമെങ്കിൽ
അതിൽ പെട്രോളും എഞ്ചിനും ബാറ്ററിയും ഒക്കെ വേണം. അപ്പോൾ ഇതാണ് ശരീരത്തിലെ രാസവസ്തു എന്ന് പറയുന്നത്. എന്നാൽ അവയെല്ലാം കൃത്യമായി ഉണ്ടെങ്കിൽ അത് പ്രവർത്തിപ്പിക്കാൻ എന്ത് വേണം? ഒരു ഡ്രൈവർ വേണം, അല്ലേ? വണ്ടി ഓടിക്കാൻ. ആ ഡ്രൈവറാണ് ആര്? ആത്മാവ്. എഞ്ചിൻ കേടായാലോ പെട്രോൾ തീർന്നാലോ ഡ്രൈവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകും. അതിനുശേഷം നമ്മൾ എത്ര പെട്രോൾ അടിച്ചാലും മരുന്നുകൾ, അല്ലേ, മരുന്നുകൾ നൽകുന്നത് രീതിയിൽ ഡ്രൈവർ ഇല്ലാതെ എന്ത് ഓടില്ല? വണ്ടി തനിയെ ഓടില്ല. ബോധം രാസവസ്തു അല്ല. എന്ത്? ശാസ്ത്രത്തിന് ഹൈഡ്രജനും ഓക്സിജനും ചേർത്ത് വെള്ളം ഉണ്ടാക്കാം. എന്നാൽ കുറച്ച് മൂലകങ്ങൾ ചേർത്ത് വെച്ച് ബോധം, നമ്മുടെ കോൺഷ്യസ് അല്ലെങ്കിൽ സ്നേഹം, വേദന തുടങ്ങിയ വികാരങ്ങൾ നിർമ്മിക്കാൻ കഴിയില്ല. ജീവന്റെ ലക്ഷണമായ ഈ ബോധം എന്താണ്? ആത്മാവിന്റെ ഗുണമാണ്. ആത്മാവ് ശരീരം വിട്ടു പോയാൽ പിന്നെ അവിടെ ബോധമില്ല, വെറും ജഡമാണ്. ഭാര്യയും ഭർത്താവും ഭയങ്കര സ്നേഹം, രണ്ടുപേരും കയ്യെ പിടിച്ചേ നടക്കൂ, എവിടെ പോയാലും ഒരുമിച്ച് പോവും, അത്രയ്ക്കും സ്നേഹമാണ്. മരിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസമോ 2 ദിവസമോ പോലും എന്ത്? ആ ശരീരം അടുത്ത് വെച്ച് കിടന്നുറങ്ങില്ല, അല്ലേ? അതാണ് എന്ത്? ആത്മാവ് ശരീരത്തിലുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴുമുള്ള വ്യത്യാസം. കാരണം പിന്നീട് അത് ബോധമില്ല, വെറും ശരീരം, ജഡം മാത്രമാണ്, അത് മാറ്ററാണത്. ഒരു വീട് പണിയാൻ എന്ത് വേണം? ഇഷ്ടികയും സിമന്റും ഒക്കെ വേണം. എന്നാൽ ഇവ തനിയെ ഒരു വീടാകില്ല. ഒരു ശില്പി വേണം അത് പണിയാൻ. അതുപോലെ ഭൗതിക മൂലകങ്ങളെ ജീവനുള്ള ശരീരമായി നിലനിർത്തുന്നത് ആത്മാവിന്റെ സാന്നിധ്യം കൊണ്ടാണ്. ആ ചൈതന്യം പോയി കഴിഞ്ഞാൽ ശരീരം പിന്നെ ജീർണിക്കാൻ തുടങ്ങുന്നു. ആ രാസവസ്തുക്കൾക്ക് സ്വയം എന്തില്ല? നിലനിൽപ്പില്ല. അടുത്ത ശ്ലോകം 2.27, 27ാമത്തെ ശ്ലോകം ഏറ്റു പറയുക. ജാതസ്യ ഹി ധ്രുവോർമൃത്യോർ ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ച ധ്രുവം ജന്മ മൃതസ്യ ച തസ്മാദപരിഹാര്യർത്ഥേ തസ്മാദപരിഹാര്യാർത്ഥേ ന ത്വം ശോചിതുമർഹസി. ന ത്വം ശോചിതുമർഹസി. ജനിച്ചവന് മരണം നിശ്ചയമത്രേ, മരിച്ചവന് ജനനവും. അതിനാൽ തന്റെ അനിവാര്യമായ കർത്തവ്യ നിർവഹണത്തെ പറ്റി നീ വ്യസനിക്കേണ്ടതില്ല. ജാതസ്യ ഹി ധ്രുവോ മൃത്യു. ജനിച്ചവന് മരണം നിശ്ചയമാണ്. പുനരഭിജനനം, പുനരഭിമരണം. മരിച്ചവൻ എന്താണ്? ജനനവും. അതിനാല് തന്റെ അനിവാര്യമായ കർത്തവ്യ നിർവഹണത്തെ ചൊല്ലിയിട്ട് അർജുന നീ വ്യസനിക്കേണ്ടതില്ല. അപ്പൊ ക്രിസ്തീയ പാരമ്പര്യത്തിൽ നോക്കിയാൽ ആത്മാവെന്നൊരു സങ്കല്പമുണ്ട്. എന്നാൽ അവരുടെ സ്വർഗത്തെക്കുറിച്ചുള്ള സംഗതി പരിശോധിച്ചാല്, ധാരണ പരിശോധിച്ചാല് എന്താണ്? അതൊരു വലിയ കുടുംബ സംഗമം പോലെയാണ് അവർ കാണുന്നത്. അവിടെ എന്താണ്? മരിച്ചുപോയ മുത്തച്ഛനെ കാണാമെന്ന് പറയും, പിന്നെ ബന്ധുക്കളെയും ഒക്കെ നിങ്ങൾക്ക് വീണ്ടും കാണാൻ കഴിയും. അവരെല്ലാം നിങ്ങൾക്കറിയാവുന്ന അതേ ശരീരത്തോടുകൂടി അവിടെ ഉണ്ടാവും എന്നാണ് അവരുടെ സങ്കല്പം. ഇവിടെ 2 വ്യത്യസ്ത ആശയങ്ങളാണ് പുനർജന്മത്തെക്കുറിച്ച്. എന്താണ്? ആത്മാവ് വീണ്ടും ജനിക്കുന്നത്. എന്നാൽ ഓരോ തവണയും എന്താണ് മനസ്സിലാക്കേണ്ടത്? വ്യത്യസ്ത ശരീരങ്ങളായിരിക്കുമെന്ന് മാത്രം. അപ്പൊ അവരെന്താണ്? ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് ക്രിസ്തു, ജീസസ് ക്രൈസ്റ്റ് ഉയർത്തെഴുന്നേറ്റതുപോലെ അതേ ശരീരത്തോടു കൂടി തന്നെ തിരിച്ചു വരുന്നു എന്നാണ് അവരുടെ സങ്കല്പം. അങ്ങനെയാണോ വരുന്നത്? അല്ല. ആത്മാവ് വരുന്നത് പുതിയ ശരീരത്തിലാണ് വരുന്നത്. അപ്പൊ പുനർജന്മം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. ചിലര് ആത്മാവുണ്ടെന്ന് വിശ്വസിക്കുമെങ്കിലും അവരുടെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ധാരണ എന്തായിരിക്കും? ഭൗതികമായിരിക്കും, ശാരീരികമായിരിക്കും. അതുകൊണ്ടാണ് പലരും മൃതദേഹം ദഹിപ്പിക്കാൻ തയ്യാറാകാത്തത്. എന്തുകൊണ്ട്? ദൈവം ഈ ശരീരത്തെ തന്നെ ഉയർപ്പിക്കുമെന്ന വിശ്വാസത്താൽ അവര് മൃതദേഹം അടക്കം ചെയ്യുന്നു. എന്നാൽ നമ്മുടെ പാരമ്പര്യത്തില് ശരീരം ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശരീരം നശിക്കുന്ന ഒന്നാണെന്നും ആത്മാവ് പുതിയതൊന്ന് സ്വീകരിക്കുമെന്നുള്ള ബോധ്യമാണെന്ത് ഇതിന്റെ പിന്നില്. അപ്പം ശരീരം വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുമെന്ന വിശ്വാസത്താലാണ് അവർ മൃതദേഹം അടക്കം ചെയ്യുന്നത്. അതുകൊണ്ടാണ് വില കൂടിയ പെട്ടിയിൽ വെച്ച് അടക്കം ചെയ്താലും
കുറച്ച് കാലത്തിന് ശേഷം ശരീരം മണ്ണടിഞ്ഞു പോകും, അല്ലേ? എങ്കിലും ഒടുവിൽ ഇതേ ശരീരം തന്നെ തിരിച്ചു കിട്ടുമെന്നാണ് അവരുടെ സങ്കല്പം. ഒരു കാര്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. അവർ ഇത്രയൊക്കെ പറയുന്നുവെങ്കിലും കളിയാക്കലുകളോ കാര്യങ്ങളോ ഒന്നുമല്ല. പിന്നെ ഒരാൾ 75-ാമത്തെ വയസ്സിൽ മരിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ പോയാൽ എന്നെന്നും ആ 75-കാരനായിട്ടാണോ ഇരിക്കുക? ഇനി 6 മാസം പ്രായമുള്ള ഒരു കൊച്ചു മരിച്ചാൽ ആ കുഞ്ഞിനെന്താണ്? പൂർണ്ണമായിട്ടൊരു ശരീരമില്ലാതെയാണ് മരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഏത് ശരീരമായിരിക്കും ആ കുഞ്ഞിന് ലഭിക്കുക? പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ബന്ധങ്ങളെ കുറിച്ചാണ്. ബന്ധുക്കളെ എല്ലാം കണ്ടുമുട്ടുമെന്ന് പറയും. അപ്പം സ്വർഗത്തില് ഭൂമിയിലെ എല്ലാ ബന്ധങ്ങളും പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഒരാൾ 2ാം വിവാഹം കഴിക്കുകയും 2 ഭാര്യമാരും സ്വർഗത്തിലെത്തുകയും ചെയ്താൽ അയാൾ ആരുടെ കൂടെ ആയിരിക്കും ജീവിക്കുക? അപ്പോൾ 2 ഭാര്യമാർക്ക് ഒരാളെ പങ്കിടേണ്ടി വരുന്നത് അവർക്ക് സ്വർഗീയമായ അനുഭവമായിരിക്കും. അതുകൊണ്ടാണ് ഒരു കാര്യത്തിൽ അറിയാമെന്ന് പറയപ്പെടുന്നത്. അവർ പറയുന്നത് ഡൈവോഴ്സും ഇല്ല, 2ാം കല്യാണവും ഇല്ല. അപ്പം കത്തോലിക്ക സഭ വിവാഹമോചനത്തെ ശക്തമായി എതിർക്കുന്നതിൻ്റെ ഒരു കാരണം ഇത്തരത്തിലുള്ള ദൈവശാസ്ത്രപരമായ സങ്കീർണതകൾ കൂടിക്കൊണ്ടാണ് അവർ അതിനെ എതിർക്കുന്നത്. അതുകൊണ്ട് ഞാൻ ശരീരമാണ്, എനിക്ക് ആത്മാവുണ്ട് എന്ന ചിന്ത പല മതങ്ങളിലുണ്ട് എങ്കിലും ആത്മാവിനെ കുറിച്ചുള്ള ധാരണ, എല്ലാവരുടെയും ധാരണ എന്താണ്? ഒരുപോലെയല്ല. പൂർണ്ണമായിട്ടുള്ള അറിവ് ആർക്കാണ്? നമുക്ക് മാത്രമേ ഉള്ളൂ. ഭഗവത്ഗീതയിൽ നൽകുന്ന അറിവ് മാത്രമേ ഉള്ളൂ. കൃഷ്ണൻ നൽകിയ അറിവ് മാത്രമേ ഉള്ളൂ. അതാണ് പൂർണ്ണമായിട്ടുള്ള അറിവ്. അതുകൊണ്ടാണ് അർജുനനോട് അവസാനം പറയുന്നത്, ഭഗവാൻ പറയുന്നത്, അർജുന, ഇനി നിനക്കൊന്നും അറിയേണ്ടതായിട്ടില്ല, എല്ലാം നീ അറിഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ ക്രിസ്തീയ പണ്ഡിതനായിട്ടുള്ള ഒരു വ്യക്തി കരുതുന്നത് എന്താണ്? തോമസ് അക്വിനാസ് എന്ന് പറയുന്ന വ്യക്തി ശരീരവും ആത്മാവും വ്യത്യസ്തമാണെങ്കിലും അവയെ വേർപെടുത്താൻ പൂർണ്ണമായിട്ടും കഴിയില്ല എന്നാണ്. നമ്മുടെ പാരമ്പര്യത്തില് മൃതദേഹം ദഹിപ്പിക്കുന്നത് കണ്ട ബ്രിട്ടീഷുകാർ ആദ്യം ചിന്തിച്ചത് ഈ ഇന്ത്യക്കാർ എത്ര ഹൃദയശൂന്യരായാലും എന്നാണ്. ഞങ്ങൾ സ്നേഹിച്ച ഒരാളുടെ ശരീരം കത്തുന്നത് ഇത്ര നിർവികാരമായി നോക്കി നിൽക്കാൻ ഇവർക്ക് എങ്ങനെ കഴിയുന്നു, അല്ലേ? ഇവർക്ക് സ്നേഹമോ മര്യാദയോ ഒന്നുമില്ല എന്നൊക്കെ അവര് കണ്ട് അത്ഭുതപ്പെട്ടു. എന്നാൽ ശരീരം ദഹിപ്പിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? ആ അറ്റാച്ച്മെന്റ് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക, രണ്ടും വേർപിരിയുക, പൂർണ്ണമായിട്ടും വേർപിരിയുക എന്നാണ്. പ്രധാനമായിട്ടും ആത്മാവിന് വേണ്ടിയിട്ട് ആ ശരീരം ഉപേക്ഷിച്ച ശേഷവും ആത്മാവ് അതിന് ചുറ്റും തന്നെ നിൽക്കാറുണ്ട്. കാരണം ഇത്രയും നാളും ആ ശരീരത്തിലാണ് ആത്മാവ് നിന്നത്. അപ്പം സ്വാഭാവികമായിട്ടും അതിന് ഈ ഭൂമി വിട്ടുപോകാൻ മടിയുണ്ടാവും. കാരണം എൻ്റേത് മാത്രമെന്ന് കരുതിയിരുന്ന ശരീരം ദാ കിടക്കുന്നു, ഞാൻ അതിനകത്തുനിന്ന് മാറി നിൽക്കുന്നു. അപ്പം അതുകൊണ്ടുകൂടിയാണ് നമ്മൾ ശരീരം ദഹിപ്പിക്കുന്നത്. കാരണം അത് കണ്ടിട്ടെങ്കിലും ആത്മാവ് പെട്ടെന്ന് ഇതാവാൻ വേണ്ടിയിട്ട്. ശരീരം പൂർണ്ണമായും പ്രവർത്തനരഹിതമാണെങ്കിലും എനിക്കിതിലേക്ക് വീണ്ടും പ്രവേശിക്കാൻ കഴിഞ്ഞെങ്കിലോ എന്നൊരു പ്രതീക്ഷ ആത്മാവിനുണ്ടാകും. എന്നാൽ ശരീരം കത്തിയമരുന്നത് കാണുമ്പോൾ അത് കഴിഞ്ഞു, ഇനി ഇതിലേക്ക് മടങ്ങാൻ കഴിയില്ല എന്ന് ആത്മാവ് തിരിച്ചറിയുന്നു. അങ്ങനെ മനസ്സോടെ ആണെങ്കിലും ആത്മാവ് മുന്നോട്ടുള്ള യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നു. വേറെയും കാര്യങ്ങളുണ്ട് ദഹിപ്പിക്കുന്നതിന്. അതിൽ ഒരു കാരണം ഇതാണ്. അതേപോലെയാണ് ജീവിച്ചിരിക്കുന്നവർക്ക് ഇത് പ്രധാനപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ വൈകാരികമായിട്ട് അവരോട് അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും, എന്നാൽ ആ ശരീരം വെറും ചാരമായി മാറുന്നത് കാണുമ്പോൾ ശരീരം ശാശ്വതമല്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളും. കാശിയില് മണികർണിക ഘട്ടം എന്ന് പറയുന്ന ഘട്ടമുണ്ട്. അവിടെ മൃതദേഹങ്ങൾ കത്തുന്നത് നോക്കിയിരുന്ന് ധ്യാനിക്കുന്ന യോഗികളുണ്ട്. അത് അത്ര സുഖകരമല്ലാത്ത കാഴ്ചയാണെങ്കിലും ഇതാണ് ശരീരത്തിന്റെ അന്ത്യം എന്ന തിരിച്ചറിവിലൂടെ വൈരാഗ്യം, ഡിറ്റാച്ച്മെന്റ് നേടാനാണ് അവരെ ഇത് സഹായിക്കുന്നത്. നമുക്ക് പുക കർമ്മങ്ങളെ കുറിച്ചൊക്കെ പറയാം. സ്പീഡിൽ പോകുന്നത് ഇന്നത്തെ ശ്ലോകങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ്. 28ാമത്തെ ശ്ലോകം. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തിനി ധനാന്യേവ
തത്ര കാ പരിദേവന. സൃഷ്ടിയിലെ ജീവഗണങ്ങളെല്ലാം ആരംഭത്തിൽ എന്താവുന്നില്ല, പ്രകടമാകുന്നില്ല. അവരെപ്പോഴാണ് വരുന്നത്? മധ്യത്തില് ആവിർഭാവം കൊള്ളുന്നു, നശിപ്പിക്കുമ്പോഴ് വീണ്ടും അവ്യക്തമാകുന്നു. അങ്ങനെ ഇരിക്കെ വ്യസനിക്കുന്നതിന്റെ ആവശ്യം എന്ത്? ആത്മാവുണ്ടെന്ന് വിശ്വസിക്കുന്നവര് എന്നും ഇല്ലാത്തവരെന്നും തത്വചിന്തകരെ രണ്ടായി തിരിക്കാമെങ്കിൽ രണ്ട് സാഹചര്യത്തിലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കാരണം ആത്മാവ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരും ഇല്ലാത്തവരെന്ന് വിശ്വസിക്കുന്നവരും അവരെ രണ്ടായിട്ട് തിരിക്കാം, അല്ലെ? ഈ രണ്ട് സാഹചര്യങ്ങളിലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അപ്പം വേദജ്ഞാനത്തെ പിന്തുടരുന്നവര് ആത്മാവിനെ വിശ്വസിക്കാത്തവർ എന്താണ് പറയുന്നത്? നാസ്തികര്. എങ്കിലും വാദത്തിന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ അംഗീകരിച്ചാലും വിലവയ്ക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. കാരണം ഈ സൃഷ്ടി നടത്തുന്നതിന് മുമ്പ് നമ്മളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഈ ഭൗതികമായിട്ടുള്ള മൂലകങ്ങൾ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന എന്താണ്? പഞ്ചഭൂതങ്ങള് പ്രകടമല്ലാത്ത അവസ്ഥയിലായിരുന്നു. അപ്പം ഈ സൂക്ഷ്മാവസ്ഥയിൽ നിന്നാണ് എന്തുണ്ടായത്? ഈ ദൃശ്യരൂപങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഉദാഹരണത്തിന് ആകാശത്തിൽ നിന്ന് വായുവും, വായുവിൽ നിന്ന് അഗ്നിയും, അഗ്നിയിൽ നിന്ന് ജലവും, ജലത്തിൽ നിന്ന് ഭൂമിയും ഉണ്ടാകുന്നു. ഇതൊന്നും ഇല്ലായിരുന്നു സൃഷ്ടിക്കുന്ന സമയത്ത്. അതിന്റെ മധ്യത്തിലാണ് വരുന്നത്. പിന്നീടാണ് ഈ മൂലകങ്ങൾ കൊണ്ട് ഈ ശരീരങ്ങൾ ഉണ്ടാക്കുന്നത്. ഭൂമിയിൽ നിന്ന് പലതരത്തിലുള്ള രൂപങ്ങൾ ഉണ്ടാകുന്നു. ഉദാഹരണത്തിന് ഒരു വലിയ കെട്ടിടം, അത് പൊളിക്കുമ്പോൾ അത് വീണ്ടും അദൃശ്യമായ അണുക്കളായി മാറുന്നു, അല്ലെ? പൊളിക്കുന്ന സമയത്ത് അതുണ്ടായിരുന്ന മൂലകങ്ങളെല്ലാം ചെറിയ ചെറിയ ഇതായിട്ട് മാറുന്നു. അപ്പം നമ്മൾ അങ്ങനെയുള്ള ഒരു സംഗതിയിൽ എന്തിനു വേണ്ടിയിട്ട് ദുഃഖിക്കണം? അദൃശ്യമാകുമ്പോഴും എന്താണ്? ഒന്നും നഷ്ടപ്പെടുന്നില്ല. തുടക്കത്തിലും ഒടുക്കത്തിലും പ്രകടമല്ലാത്ത മൂലകങ്ങൾ ഇടക്കാലത്ത് മാത്രം എന്താകുന്നു? ദൃശ്യമാകുന്നു. എന്നതുകൊണ്ട് യഥാർത്ഥത്തില് മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അപ്പം നമ്മൾ ഇത് മനസ്സിലാക്കിയിരിക്കുക. കുറെയൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകും, എങ്കിലും 2-3 ആവർത്തി ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇത്രയും മാത്രം മനസ്സിലായിരുന്ന ഈ ശരീരം നശ്വരമാണെന്നും അന്തവന്ത ഇമേ ദേഹ, എന്നാൽ ആത്മാവ് നിത്യമാണെന്നും നിത്യോസക്ത ശരീരിണ, അതുള്ള ഭഗവത്ഗീതയിലെ വേദസത്യം അംഗീകരിക്കുകയാണെങ്കിൽ ശരീരം എന്നത് ഒരു വസ്ത്രം മാറുന്നത് പോലെയാണെന്ന് നാം ഓർക്കണം. ഒരു ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞ എന്താണ്? ശരീരം നശ്വരമാണ്, ആത്മാവ് നിത്യമാണ്. ഇത് അംഗീകരിച്ചാൽ മാത്രം മതി. പഴയ വസ്ത്രം മാറി പുതിയവ ധരിക്കുമ്പോൾ നമ്മൾ ദുഃഖിക്കാറുണ്ടോ? ഇല്ല, സന്തോഷമാണ്. അപ്പം ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഭൗതിക ശരീരത്തിന് ശാശ്വതമായിട്ടുള്ള നിലനിൽപ്പില്ല. അതൊരു സ്വപ്നം പോലെയാണ്. സ്വപ്നത്തിൽ നമ്മൾ ആകാശത്ത് പറക്കുന്നതായോ രാജാവായോ ഒക്കെ കണ്ടേക്കാം. പക്ഷെ ഉണരുമ്പോഴെന്ത്? നമ്മള് പഴയതുപോലെ തന്നെ ആണെന്ന് മനസ്സിലാകും. അപ്പം ഭൗതിക ശരീരം എന്താണ്? ശാശ്വതമല്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? ആത്മസാക്ഷാത്കാരം തുടങ്ങുന്നത്. അതിനാൽ ആത്മാവിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരീരം നഷ്ടപ്പെടുന്നതില് ദുഃഖിക്കാൻ കാരണമേതുമില്ല. എപ്പോഴും മനസ്സിലാക്കി. ഇത്രയും ഭഗവാൻ എന്തുകൊണ്ടാണ് പറയുന്നത്? ഈ ശരീരം ശാശ്വതമല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ മാത്രമേ എന്തുണ്ടാവൂ? ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമം തുടരൂ. അല്ലെങ്കിൽ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ശ്രമം തുടരൂ. അല്ലെങ്കിൽ എൻ്റെ ഈ ശരീരമാണ്, ഇത് വിട്ടിട്ട് ഒരു പരിപാടിയില്ല, എൻ്റെ മക്കള് ബന്ധുക്കള് അവര് ഇവര്, എൻ്റെ ഭക്ഷണം അത് ഇത് എന്നും പറഞ്ഞിട്ട് അല്ലേ, സാരി ചുരിദാറ് വണ്ടി വീട് ഇതിന്റെ എല്ലാം പുറകിൽ ഓടിക്കൊണ്ട് നടക്കും. അപ്പം അതൊന്നും ശാശ്വതമല്ല എന്ന് തിരിച്ചറിവ് ഉണ്ടാവണം. ആത്മാവിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. ആത്മാവിന്റെ ഭഗവാന്റെ അംശമായിട്ടുള്ള ആത്മാവ്, നമ്മുടെ പിതാവാണ് ഭഗവാൻ, നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളത് ഭഗവാനാണ്, ഭഗവാൻ മാത്രമേ കാണൂ എന്നുള്ള വിശ്വാസം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ എന്തുണ്ടാവൂ? ഈ ആത്മസാക്ഷാത്കാരം തുടങ്ങാൻ വേണ്ടി, അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ, അതിന്റെ ഒരു പ്രക്രിയ തുടങ്ങാൻ വേണ്ടിയിട്ട് കഴിയൂ.
അപ്പം അതിനാൽ ആത്മാവ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരീരം നഷ്ടപ്പെടേണ്ടതിൽ നമുക്ക് ദുഃഖിക്കേണ്ട ഒരു കാര്യവുമില്ല. ഒരു കഥ കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ഒരിക്കല് ജനക മഹാരാജാവ് തന്റെ കൊട്ടാരത്തില് സുഖമായിട്ട് ഉറങ്ങുന്നു. അപ്പൊ സ്വപ്നത്തിൽ അദ്ദേഹം ഒരു യുദ്ധത്തിൽ തോൽക്കുകയും രാജ്യം നഷ്ടപ്പെട്ട് കാട്ടിൽ അലയുന്നതായിട്ടും അദ്ദേഹത്തിന് തോന്നും. അങ്ങനെ വിശപ്പ് സഹിക്കാതെ ഒരു കഷ്ണം ഭക്ഷണത്തിനായിട്ട് അദ്ദേഹം എന്ത് ചെയ്യും? കാട്ടിൽ വെച്ചിട്ട് കൈനീട്ടും. എന്നാൽ അത് കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും എന്ത് പറ്റും? ഒരു പക്ഷി വന്നത് തട്ടിയെടുത്തിട്ട് പോകും. അപ്പം വിശപ്പും സങ്കടവും കൊണ്ട് അദ്ദേഹം ഉച്ചത്തിൽ നിലവിളിക്കും. ആ നിലവിളി കേട്ട് അദ്ദേഹം തന്നെ ഞെട്ടി ഉണരും. നോക്കുമ്പോഴെന്ത്? അദ്ദേഹം സുരക്ഷിതനായിട്ട് അദ്ദേഹത്തിന്റെ രാജകൊട്ടാരത്തിലെ പട്ടുമെത്തയിൽ ഉറങ്ങിക്കിടക്കുന്നു. ചുറ്റും ഭടന്മാരുണ്ട്, സുഖ സൗകര്യങ്ങളുണ്ട്. അപ്പൊ അദ്ദേഹം ചിന്തിക്കും, എന്താണ്, ഏതാണ് സത്യം? അല്പനേരം മുൻപ് കണ്ട ദാരിദ്ര്യമാണോ അതോ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ രാജയോഗമാണോ? അപ്പോൾ അദ്ദേഹം തന്റെ ഗുരുവായിട്ടുള്ള അഷ്ടവക്രനോട് ഈ ചോദ്യം ചോദിക്കും. ഗുരു എന്താണ് പറയുന്നത്? രാജാവേ, അതും സത്യമല്ല ഇതും സത്യമല്ല. നീ സ്വപ്നം കണ്ടപ്പോഴ് ഈ കൊട്ടാരം അവിടെ ഉണ്ടായിരുന്നില്ല. നീ ഉണർന്നപ്പോഴ് ആ കാടും വിശപ്പും ഇവിടെയില്ല. എന്നാൽ ഈ രണ്ട് അവസ്ഥകൾക്കും സാക്ഷിയായിട്ടുള്ള ആര്? നീ എന്ന ആത്മാവ് മാത്രമാണ് സത്യം. ഇപ്പൊ ഭൗതിക ശരീരവും ജീവിത സാഹചര്യങ്ങളും സ്വപ്നം പോലെ മാറിക്കൊണ്ടേയിരിക്കും. ജനനത്തിന് മുൻപും മരണത്തിന് ശേഷവും നമ്മൾ ഈ ശരീരത്തില് അല്ല. ഈ സത്യം തിരിച്ചറിയുന്ന ഒരാൾ ശരീരത്തിന്റെ മാറ്റങ്ങളില് ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യില്ല. നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെയും സന്തോഷങ്ങളെയും ഒരു സിനിമ കാണുന്ന പോലെ നോക്കിക്കാണാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ഭയമെല്ലാം മാറും, ദുഃഖം മാറും. എങ്ങനെ? നമ്മുടെ ഈ കഷ്ടപ്പാടുകളും സന്തോഷങ്ങളെയും എല്ലാം ഒരു സിനിമ കാണുന്നത് പോലെ നോക്കിക്കാണാൻ വേണ്ടിയിട്ട് കഴിയണം. സുഖം വന്നാലും ദുഃഖം വന്നാലും ഒരേ രീതിയില്. കാരണം ഇത് താൽക്കാലികമാണ്. ശരീരം വിട്ടുപോകുന്നത് കൂടി ഇതെല്ലാം ഇവിടെ തന്നെ പോകും, ഈ ദുഃഖവും സുഖവും ഒക്കെ. പക്ഷെ ശാശ്വതമായിട്ടുള്ള ആനന്ദം, ഞാൻ എന്താണോ എൻ്റെ ആത്മാവിന്, എനിക്ക് വേണ്ടി, ഞാനാകുന്ന ആത്മാവിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്, അത് മാത്രമേ ശാശ്വതമായിട്ട് നിലനിൽക്കൂ. അങ്ങനെ ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താവും? അതേ രീതിയിൽ നോക്കിക്കാണാൻ കഴിഞ്ഞാൽ നമ്മുടെ ഭയമെല്ലാം മാറിപ്പോവും. അല്ലേ? നമ്മൾ ഭയപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല, സങ്കടപ്പെടേണ്ട ആവശ്യമില്ല, ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ ദുഃഖിക്കാതിരിക്കാനും സന്തോഷിക്കാനും ഒക്കെ വേണ്ടിയിട്ട് എല്ലാ രീതിയിലുമുള്ള സകല സാഹചര്യങ്ങളും നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. എപ്പോഴും നിങ്ങൾ ചിന്തിക്കുക, ദിവസവും ഒരു 10 വട്ടമെങ്കിലും പറയുക, രാവിലെ എണ്ണീക്കുന്നിടം തൊട്ട്, ഞാൻ ഈ ശരീരമല്ല, ഞാൻ ഈ ആത്മാവാണ്, ഞാൻ ഈ ശരീരമല്ല, ഞാൻ ഈ ആത്മാവാണ്. അടുത്ത് ഭാര്യയോ ഭർത്താവോ ഉണ്ടോ എന്ന് നോക്കിയതിനു ശേഷം മാത്രം പറയുക. ഇതാണ് കാരണം. ഇവരാരും നമ്മുടെ കൂടെ വരില്ല. നമ്മൾ ഒറ്റയ്ക്ക് വന്നു, നമ്മൾ ഒറ്റയ്ക്ക് പോകേണ്ടവരാണ്. ഭഗവാൻ മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാകൂ. എത്ര കാരുണ്യവാനാണ് ഭഗവാൻ, അല്ലേ? കാരണം അദ്ദേഹം സഹിക്കുക. നമ്മൾ ചെയ്യുന്ന എല്ലാ തെറ്റുകളും അദ്ദേഹം കാണുന്നുണ്ട്. പൂച്ച പാല് കുടിക്കുന്നത് പോലെ. നമ്മൾ വിചാരിക്കുക എന്ത് കള്ളത്തരം കാണിച്ചാലും ആരും കാണുന്നില്ലെന്ന്. പക്ഷേ മറ്റേ പക്ഷിയുടെ കഥ പറഞ്ഞ പോലെ ഭഗവാൻ അതെല്ലാം ഇങ്ങനെ നടക്കട്ടെ, എവിടെ വരെ പോകുന്നത് നോക്കട്ടെ, അവസാനം ഇതിനെല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കരുത്, നമ്മൾ എത്ര കള്ളം പറഞ്ഞാലോ, ആരെയൊക്കെ എന്തെങ്കിലും മറച്ചു വെച്ചാലോ, എന്ത് തെറ്റ് ചെയ്താലോ, കുറ്റം ചെയ്തോ, എല്ലാം റെക്കോർഡാണ്. യമരാജന്റെ അടുത്ത് പോവുകയാണ് എങ്കിൽ അവിടെ ഇത് ഓൾറെഡി റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സൂപ്പർ കമ്പ്യൂട്ടറിനെ കാട്ടി അപ്പുറത്തെ കമ്പ്യൂട്ടറാണ് അവിടെ ഉള്ളത്. ആരുടെ കയ്യില്? ചിത്രഗുപ്തന്റെ കയ്യിലിരിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഒരിക്കലും ചിത്രഗുപ്തന്റെ അടുത്ത് പോകാനുള്ള സാഹചര്യം ഒരുക്കാതെ ഇരിക്കുക. യമകിങ്കരന്മാർ വന്നു കഴിഞ്ഞാൽ ചിത്രഗുപ്തന്റെ അടുത്ത് പോയേ പറ്റൂ. അവിടെ പോയി നമ്മൾ ഒളിച്ചും പാത്തും ചെയ്ത് എല്ലാത്തിനും മറുപടി പറയണം. പക്ഷേ ഭഗവാന്റെ ആൾക്കാർ വന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ആവശ്യവുമില്ല. ഒരു വേദനയും അറിയാതെ നേരെ ഗോലോകം, ഡയറക്റ്റ് ഫ്ലൈറ്റ്, എവിടെയും പോയി ഇറങ്ങിക്കയറേണ്ട ആവശ്യം വരുന്നില്ല. എനിവേ, എല്ലാവരും ഈ തത്വങ്ങളൊക്കെ മനസ്സിലാക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. പോകെ നമുക്ക് ഈ
ഭഗവത്ഗീത ക്ലാസ് കഴിയുമ്പോഴത്തേക്കിനും എല്ലാവരും അതിനു മുമ്പ് തന്നെ നല്ല ഭക്തരാവും, ആത്മജ്ഞാനം നേടും. എല്ലാവരും കഴിയട്ടെ. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അടുത്ത ആഴ്ച കാണാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.